ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരും, അത് ഉറപ്പായിട്ടും വരും. അപ്പൊ വരുന്ന തെറ്റുകുറ്റങ്ങൾ ദയവായിട്ട് ക്ഷമിക്കണമെന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമേ തന്നെ പറയാനുള്ള കാരണം ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷനുമായിട്ട് ഏകദേശം ബന്ധപ്പെട്ടതൊക്കെ തന്നെ. കാരണം നമ്മള് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു സ്പോൺസർ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു. കാരണം ആള് പറയുന്നത് ഇങ്ങനെയായിരുന്നു, ടെമ്പററി സ്പോൺസർ ആയിരുന്നു. അപ്പോൾ മലയാളം അറിയാം. അപ്പൊ ആള് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ വൈകുന്നേരം ഇൻവെന്ററി എടുക്കുന്നത് പോലെ തന്നെ രാവിലെയും നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ധാരണയൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിലാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ തെറ്റുകളും ചെയ്തു വന്നു, വൈകുന്നേരം ഇൻവെന്ററി എടുത്തപ്പോൾ ഞാൻ എല്ലാം ശരിയാക്കി എന്ന് പറയുന്നേക്കാളും ഒത്തിരി നന്നായിരിക്കും രാവിലെ തന്നെ നിന്റെ ദിവസത്തെ ഒന്ന് ക്രമീകരിക്കുക എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് ഒരു ചെവിക്കൂടെ കേട്ട് മറ്റേ ചെവിക്കൂടെ പോയേ ഉള്ളൂ. ഇതൊന്നും പ്രാവർത്തികമാക്കാനൊന്നും സാധിച്ചൊന്നുമില്ല. എന്നാലും ഞാൻ ആദ്യമേ തന്നെ ഇന്നത്തെ DR-ഉമായിട്ട് അത് ബന്ധപ്പെടുത്തി ഒന്ന് നോക്കിയപ്പോൾ അത് ഒത്തിരി നല്ലതായിരിക്കും എന്ന് തോന്നി. അതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ മദ്യത്തിന് മാറി നിന്നിട്ട് 4 വർഷവും 26 ദിവസമായിട്ട് മദ്യത്തിന് മാറി നിൽക്കുന്നുണ്ട്. സന്തോഷവാനാണ്. ശരിക്കും എന്ന് വെച്ചാൽ സാധാരണ ജീവിതത്തിൽ എല്ലാവർക്കുമുള്ള ടെൻഷനും കാര്യങ്ങളും, വീട്ടിലാണെങ്കിലും ചെറിയ ദേഷ്യപ്പെടലും ചിലപ്പോൾ ഒരു വഴക്കുണ്ടാക്കലും ഇതെല്ലാം ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞാന് നാട്ടില് എൻ്റെ വീട് കാക്കൂരാണ്, എറണാകുളം ജില്ലയാണ്. കാക്കൂർ എന്നാണ് വീടിന്റെ സ്ഥലപ്പേര്. കോഴിക്കോടും ഒരു കാക്കൂരുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ചത്. കാക്കൂരാണ്. അത് എൻ്റെ ഹോം ഗ്രൂപ്പ് നാട്ടില് അഞ്ചൽപ്പെട്ടിയാണ്. അപ്പോ നാട്ടില് ഞാന് കുറച്ച് നാളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആദ്യമേ എൻ്റെ 1 വർഷം ഞാൻ കംപ്ലീറ്റ് ആവുന്നവരെ, ആൽക്കഹോളിക്സ് അനോണിമസ് വന്നിട്ട് 1 വർഷം കംപ്ലീറ്റ് ആവുന്നവരെ ബോംബെയിലായിരുന്നു. 2ാമത്തെ വർഷത്തെ ടോക്കൺ ഞാൻ എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചത് നാട്ടിൽ നിന്നാണ്. നാട്ടിൽ വെച്ച് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ശരിക്കും ആ ഭാഗ്യത്തോട് ഒക്കെ കൂടിയാണ് ഞാനിപ്പോൾ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്താനായിട്ട് എനിക്ക് സാധിച്ചത്. 3ാമത്തെ വർഷം എത്തിയതിനും ദൈവത്തിന്റെ അനുഗ്രഹവും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയായിട്ട് UK-ലെത്തി. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം 4ാം വർഷവും അങ്ങനെ പൂർത്തിയാക്കി. ഇതിനെല്ലാത്തിനും ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനും ഈ കൂട്ടായ്മയ്ക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് ഞാൻ നന്ദി പറയേണ്ടത്. കാരണം എനിക്ക് ഇപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ചെറിയ ആൽക്കഹോളിക്സ് അനോണിമസ് എത്തുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാര്യമൊക്കെ ശരിയാണ്, ഞാൻ കുറച്ച് എഴുതിയ എല്ലാ സെറ്റപ്പ് ഒക്കെ ആക്കി. പക്ഷെ അതിലൂടെ ഒന്നും സഞ്ചരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയുന്നത് തന്നെ പിന്നെ പറഞ്ഞതൊക്കെ ഇരിക്കും, എന്തെങ്കിലും ആട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ തുടങ്ങുന്നു. ശരിക്കും ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ബാക്കി വീട്ടുകാരെല്ലാം നല്ല പണക്കാരൊക്കെയാണ്. ഞാനും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ബാക്കി 3 സഹോദരങ്ങളും അടങ്ങുന്ന ഒരു ചെറിയ സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. സാധാരണ കുടുംബത്തിൽ ജനിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് ഒരു ഓർമ്മ വെച്ചപ്പോഴൊക്കെ തൊട്ട് തന്നെ അപ്പച്ചൻ മദ്യപിക്കുന്ന ഒരാളായിരുന്നു. മദ്യപിക്കുന്ന മദ്യാസക്തനാണോ എന്നും ഞാൻ പറയാൻ ആളല്ല. പക്ഷെ മദ്യപിച്ച് തന്നെ ഏകദേശം ഒരു ജീവിതത്തിലെ ആളുടെ നല്ല സമയങ്ങളെല്ലാം മദ്യപിച്ചും, പിന്നെ മദ്യത്തോടനുബന്ധപ്പെട്ട് തന്നെ ആണ് മരണം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു മരണമല്ല, ഒരു അസുഖം വന്ന് മരിച്ചല്ല, ആത്മഹത്യ ചെയ്തതാണ്. അപ്പോ എന്നുവെച്ചാൽ വീട്ടില് നമ്മള് ഇച്ചിരിയൊക്കെ ഓർമ്മ വെച്ചപ്പോ തൊട്ട് തന്നെ ഇച്ചിരി അത്യാവശ്യമല്ല, നല്ല രീതിയിൽ ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞിപ്പിള്ളേ തന്നെ ബഹളവും കാര്യങ്ങളൊക്കെ കേട്ടാണ് നമ്മൾ വളരുന്നത്. അപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നത് ആ ബഹളം ഒരു മദ്യാസക്തനുണ്ടെങ്കിൽ ആ ആളുമായിട്ട് ബന്ധപ്പെട്ട് ഫാമിലിയിലുള്ളവരെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് രോഗികളായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടി തന്നെ ആണ് ഞാനിത് പറഞ്ഞത്. ഇപ്പൊ രാവിലെ ആവുമ്പം അമ്മയും അമ്മച്ചിയും അപ്പച്ചനും തമ്മിൽ കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇച്ചിരി അതൊക്കെ കേൾക്കും. പിന്നെ വൈകുന്നേരം ആവുമ്പോൾ അതിന്റെ ബാക്കിയായിരിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ ഓടണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറുപ്പത്തില് ഈവൻ പട്ടിണി വരെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി ഒന്നും കിടന്നിട്ടില്ല, എന്നാലും ചെറിയ തോതിലൊക്കെ മദ്യത്തിന്റെ ഒരു മേൽക്കോയ്മ കാരണം പട്ടിണിയൊക്കെ കിടന്നിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ്
ഞാൻ എൻ്റെ തറവാട്ടിൽ ചെല്ലുമ്പോൾ തോന്നാറുണ്ട് എനിക്ക്. അവരിങ്ങനെ രാജാക്കന്മാരെ പോലെ താമസിക്കുന്നു, നമ്മള് പട്ടിണി പാവങ്ങളെ പോലെ ജീവിക്കുന്നു. എപ്പോഴും മാറ്റി നിർത്തപ്പെടുകയായിരുന്നു ചെറുപ്പത്തില്. ചെറുപ്പത്തിൽ മാറ്റി നിർത്തപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട്, ദൈവമേ എന്തൊരു ജന്മമായതെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഫാദറിന്റെ മദ്യപാനം കൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ മുന്നിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തുന്ന. കാരണം 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ ഞാൻ കറക്റ്റ് ഓർക്കുന്നുണ്ട്. 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ആകെ ഒരൊറ്റ നിക്കറേ ഉണ്ടായിരുന്നു. ഒരു നിക്കറും ഒരു ഷർട്ടും ഉള്ളൂ. അത് അലക്കി 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 എടുത്ത് തന്നെ പോകണമായിരുന്നു. അപ്പൊ ഇങ്ങനെ മാറിയൊക്കെ മറ്റുള്ളവർ മാറിയിട്ട് വരുമ്പോൾ കഴുമ്പൊക്കെ കരച്ചിലും സങ്കടമൊക്കെ വന്നിട്ടുണ്ട്. എല്ലാമായിട്ട് ഞാൻ ഇങ്ങനെ വളർന്നു വന്നു. പക്ഷെ അപ്പച്ചൻ ഇടയ്ക്കൊക്കെ മദ്യപിക്കാതിരിക്കുമ്പോഴുള്ള ഒരു തനി മനുഷ്യനായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. ചില സമയത്ത് പൈസ ഇല്ലാതൊക്കെ വരുമ്പോൾ ഇരിക്കുന്ന, അയ്യോ അപ്പച്ചനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ സൂപ്പർ റിയൽ ഹീറോ എൻ്റെ അപ്പച്ചൻ തന്നെയാണ്, എൻ്റെ ഫാദർ തന്നെയാണ്. മദ്യപിക്കുമെങ്കിലും ഞങ്ങൾക്കാർക്കും എന്തൊക്കെ ഉണ്ടെങ്കിലും ആ സ്നേഹത്തിന്റെ അകത്ത് മനുഷ്യൻ, ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഏറ്റവും നിഷ്കളങ്കനായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ശരിക്കും മദ്യപാനിയായി തീർന്നത്. നിഷ്കളങ്കനല്ലാത്ത ഒരുത്തിന് ഒരിക്കലും മദ്യപാനിയായി തീരുമെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. മദ്യാസക്തനായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു വ്യക്തി ആയെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് മദ്യാസക്തനാവാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവൻ എപ്പോഴും 2 പെഗ് അടിച്ചിട്ട് അവന്റെ കാര്യങ്ങളും നോക്കി കുടുംബവും നോക്കി ജീവിക്കും, പൈസ ഉണ്ടാക്കും, അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും അവർ വ്യാപൃതരാകും. പക്ഷെ ഒരു മദ്യാസക്തനാകുന്ന നിഷ്കളങ്കനായതുകൊണ്ട് തന്നെ അവനെ പറ്റിച്ച് നാട്ടുകാരും കുടിക്കും. ഞാനൊക്കെ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിലൊക്കെ ബിസിനസ്സിനിറങ്ങി പൈസ മുഴുവൻ നീ കൊണ്ടുപോയി തൊലച്ചു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വല്യപ്പച്ചനും മറ്റുള്ളവരൊക്കെ കുറ്റപ്പെടുത്തുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അപ്പനെ കയ്യും കാലും കൂട്ടിക്കെട്ടി കൊണ്ടുപോയി എൻ്റെ തറവാട്ടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി കൂട്ടിക്കെട്ടിയിട്ടിട്ട് ഒരു സീൻ എൻ്റെ മനസ്സിലുണ്ട്. അതായത് അപ്പച്ചൻ താഴെ ഷാപ്പിലെ ബഹളം ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട്, എനിക്കൊന്ന് കുഞ്ഞിതാണ്, ഞാൻ തീരെ ചെറുതാണെങ്കിലും സ്വന്തം അപ്പനെ ആരും നോവിച്ചാലും ഏതൊരു മകനും വേദനിക്കും. അത് എൻ്റെ അപ്പന്റെ അനിയനല്ല, എൻ്റെ വല്യപ്പനാന്ന് പറഞ്ഞാലും എനിക്ക് അവരോട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പൂർണ്ണമായിട്ട് ക്ഷമിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അപ്പന്റെ കൈയും കാലും കൂട്ടിക്കെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കൂട്ടിക്കെട്ടിയല്ല, കാലും ഒരേപോലെ കൈയുടെ അടുത്തിട്ട് വളച്ചു കൂട്ടിക്കെട്ടിയിട്ടത് കണ്ട ആ ഓർമ്മ ഇന്നും ഞാൻ മറന്നിട്ടില്ല. അതിപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അത് മദ്യാസക്തി കാരണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്നും കിട്ടാതെ, സ്വത്തും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട പോലെ തരാതെ പ്രശ്നങ്ങളായി അപ്പച്ചൻ ആത്മഹത്യ ചെയ്തു. അത് ആത്മഹത്യ ചെയ്ത് അതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പേ തന്നെ ഞാൻ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. കാരണം ഞാൻ ആദ്യമായിട്ട് മദ്യപിച്ചത്, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിലെ ഞാൻ ആദ്യത്തെ കള്ളുകൂടി എൻ്റെ വീട്ടിലെന്നെങ്കിൽ പന ചെത്താനുണ്ട്. തറവാട്ടിൽ ഒത്തിരി സ്ഥലമൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ പനയുണ്ട്. പന ചെത്താനായിട്ട് ചെത്തിയ കള്ളെടുത്തോണ്ട് വരാനായിട്ട് എന്നെ പറഞ്ഞു വിട്ടു. ആ കള്ളെടുത്തോണ്ട് വരാൻ പോയപ്പോൾ ഞാൻ ഒന്നുകിൽ 5ൽ അല്ലെ 6ൽ കൂടുതൽ പഠിക്കുന്നതല്ല. അപ്പൊ ഉള്ളതിൽ ചെറുതായവനാണോ എന്തുകൊണ്ടാണോ എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ ആ കള്ളെടുക്കാൻ ആ പനയുടെ ചോട്ടിൽ ചെന്നപ്പോ ഞാൻ അവിടെ ഇരുന്ന് ആ കള്ളുക്കുട്ട് മുത്തി കുടിച്ചു. ആ സമയത്തൊക്കെ എനിക്ക് വീട്ടിൽ വന്നാല് എൻ്റെ വല്യപ്പന്റെ അമ്മയുണ്ട്, ആ അമ്മയുടെ കയ്യിൽ നിന്ന് തൊട്ട് വേണമെങ്കിൽ എനിക്ക് കള്ള് ചോദിച്ചാൽ തരും. 1 ഗ്ലാസോ 2 ഗ്ലാസോ കള്ള് വേണമെങ്കിൽ എനിക്ക് ചോദിച്ചാൽ കിട്ടുമായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ അവിടെ അത് ഇപ്പോഴാട്ടോ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് 2-3 വർഷമായതിനു ശേഷം ഞാൻ എൻ്റെ സെൽഫ് ഇൻവെന്ററി എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇത്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് കള്ള് കിട്ടിയപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ കിട്ടുമായിരുന്നിട്ടും ഞാൻ അവിടെയും കള്ളത്തരം കാണിച്ച് മുത്തി കുടിച്ചിട്ട് അതിന്റെ പത പഠിച്ചു വെച്ചു. അപ്പൊ കിട്ടിയപ്പോൾ അതിനൊരു സുഖം തോന്നി. പിന്നീട് വീട്ടിൽ കള്ള് കിട്ടുമ്പോ ഒക്കെ കുടിക്കുമായിരുന്നു. ഒത്തിരി ഇങ്ങനെ കുടിച്ച് ഞാൻ 10ാം ക്ലാസ് ഒക്കെ എത്തിയ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ സ്കൂളിൽ ഞങ്ങളെല്ലാവരെയും കൂടി സസ്പെൻഡ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി സ്കൂളിൽ നിന്ന് ആയ ദിവസം കള്ളു കുടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ ഇരുന്ന് വരെ മദ്യപിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അത് കഴിഞ്ഞ് നേരെ വീട്ടുകാര് പഠിക്കാനൊന്നും അത്രയൊന്നും പഠിപ്പിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല. അപ്പോ എന്നെ സെമിനാരിയിൽ, ഞാനൊരു ക്രിസ്തീയ മതവിശ്വാസത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ എന്നെ സെമിനാരിയിൽ വിടാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അപ്പൊ എനിക്കും ഇഷ്ടമായിരുന്നു. കാരണം എനിക്ക് എന്തൊക്കെയോ എനിക്ക് എപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ടായിരുന്നു. കാരണം എല്ലാവരെയും പോലെ ജീവിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു കാരണം. ആ കാരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് സെമിനാരിയിൽ പോയേക്കാന്ന് ഓർത്ത് സെമിനാരിയിൽ പോയി. സെമിനാരിയിൽ പോയി ഒരു
മൂന്നാമത്തെ വർഷം ഞാൻ ഈ സെമിനാരിയിൽ വെച്ച് എന്തൊക്കെയെങ്കിലുമൊക്കെ ഈ മലയാളത്തിൽ വർത്താനം പറഞ്ഞാൽ അതൊക്കെ ഫൈനൊക്കെ ആവും. ഫൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ കാണും. അപ്പോൾ ഈ ഒതുക്കത്തിൽ പോയിരുന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അന്നൊരു കൂട്ടുകാരനോട് ഈ ബ്രാൻഡി ബ്രാൻഡി എന്ന് ഭയങ്കര ഇഷ്ടത്തോടു കൂടി പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നിന്റെ ഈ ബ്രാൻഡി കൊതി എന്തൊരു കൊതിയാടാ എന്ന് ചോദിച്ചു. അപ്പൊ ഈ പള്ളിയില് മറ്റേ ഒരു എന്നുവെച്ചാൽ ഞാൻ സെമിനാരിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ ടോപ്പറാണ്. അത് നല്ല പഠിത്തത്തിലല്ല, ബാക്കി കാര്യങ്ങളിലെല്ലാം നല്ല മിടുക്കനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വളർന്നു വന്നത്. അപ്പൊ സെമിനാരിയിലെ സാക്രിസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. ഈ പള്ളിയെല്ലാം അലങ്കരിക്കുകയും അതിന്റെ കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കുകയൊക്കെ. അപ്പൊ അവിടെ ഇച്ചിരി വീഞ്ഞുണ്ട്. ആ വീഞ്ഞ് കിട്ടുന്നത് നമ്മുടെ കയ്യിട്ട് കിട്ടും. അപ്പം ഒരു പ്രാവശ്യം വീഞ്ഞ് കിട്ടും. ഇവന്മാരെല്ലാരും ജൂനിയേഴ്സ് എല്ലാം ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഒന്ന് മൊത്തിയിട്ടേ ഞാൻ പോകുള്ളൂ. കാര്യം അതൊക്കെ കഴിഞ്ഞ് അച്ഛന്മാര് ബാക്കി വേണമെങ്കിൽ കുടിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇച്ചിരി മൊത്തി കുറച്ച് 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേനും ഈ വീഞ്ഞ് പോയി മേടിക്കുന്ന വേറൊരു അച്ഛനോടാ. അച്ഛൻ പറഞ്ഞു, ഇതെന്നടാ നീ സാക്രിസ്റ്റനായതിനു ശേഷം വീഞ്ഞിന് വാങ്ങാനല്ലേ ചെലവാണല്ലോ. ഞാൻ എന്നാ ചെയ്യാനാ അച്ഛാ, എനിക്ക് ഇത്ര പിശുക്കൊന്നുമില്ല, ഞാൻ നന്നായിട്ട് ഇച്ചിരി വീഞ്ഞൊക്കെ ഒഴിക്കുന്നു. അതെനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടെന്ന്. ഓ, അപ്പൊ വീണ്ടും അടുത്ത പെർമിഷൻ കിട്ടും. അപ്പൊ അവിടുന്ന് ഇച്ചിരിയൊക്കെ കുടിച്ചൊക്കെ പോന്നു. 3-ാം വർഷം ഞാൻ സെമിനാരിയിലേക്ക് പോകുമ്പോൾ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്, ഒറ്റപ്പാലത്ത് വെള്ളം നിറയ്ക്കാനും കണ്ടായിട്ട് 15 മിനിറ്റ് കണ്ട് വണ്ടി നിർത്തിയിടും. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഓടിപ്പോയി, അവിടെ ഒരു ബാറുണ്ട്, ആ ബാറിൽ പോയി കള്ളു കുടിച്ചിട്ട് 15 മിനിറ്റ് കൊണ്ട് ഓടി തിരിച്ചു വന്ന് ട്രെയിനിൽ കയറി. അത്രയ്ക്കും എനിക്ക് അതിനോടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതൊക്കെ അന്നൊക്കെ ഞാൻ അതിനെയൊക്കെ ഒരു ക്രൈസ് ഒക്കെ ആയിട്ട്, എന്താ പറയുന്നത്, അതൊക്കെ എല്ലാം വലിയവര് ചെയ്യുന്ന ഒരു രീതി, അങ്ങനെയൊക്കെ ഓർത്ത് അങ്ങനെ മുന്നോട്ട് പോയി. അപ്പൊ 18 വയസ്സായ 3-ാം വർഷം ഒക്കെ ഞാൻ തിരിച്ചു വന്നപ്പോഴും വീട്ടിൽ ഈ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ തന്നെ, ഒരു മാറ്റമില്ല. അതൊക്കെ അപ്പൻ കുടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു, ഞാൻ അവിടെ ചെന്നിട്ട് ഈ മൊസൈക്കും മാർബിളും ഇട്ട് കൊടുത്തോടെ നടക്കുന്നു. എന്റെ വീട്ടിൽ ഇതുവരെ ചാണകം മെഴുകിയതല്ലാണ്ട് ഒരു മുന്നിൽ ഇച്ചിരി ഇടയത്തെങ്ങാണ്ട് ഒരു സിമെന്റ് ഇട്ടല്ലാണ്ട് വേറെ ഇല്ല. ഇപ്പൊ ഞാൻ ഓർത്തു, 18 വയസ്സായി, ഇനിയിപ്പോ ഞാൻ പണിത് എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചുണ്ടാക്കി കുടുംബത്തെ പുലർത്തേണ്ടിയിരിക്കുന്നു എന്നൊക്കെയുള്ള എനിക്ക് മനസ്സിലായി. കാരണം ചേട്ടൻ അന്തിത്തേനും ചേട്ടൻ അന്നേരം വർക്ക്ഷോപ്പിൽ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അന്നേരം പുള്ളി പോകുന്നുണ്ടെങ്കിലും പുള്ളി കുറച്ച് ഷർട്ട് മേടിക്കും, ബാക്കി പുള്ളി നൈസായിട്ട് കള്ളു കുടിച്ച് കളയുമായിരുന്നു. അപ്പൊ കള്ളു കുടിച്ചു കഴിയുമ്പം ചേട്ടൻ കള്ളു കുടിച്ചു കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ചേട്ടനും അപ്പനും തമ്മിൽ നല്ല അടിയും ബഹളമൊക്കെയാണ്. അപ്പൊ അന്നേരം എന്റെ മനസ്സിൽ ചിന്ത ഇതാണ്, ഇനിയിപ്പോ ഞാനായിരിക്കും നോക്കേണ്ടത്, വീട് നോക്കി പുലർത്തേണ്ട എന്റെ ഉത്തരവാദിത്വമായിരിക്കും എന്നും പറഞ്ഞ് 3-ാമത്തെ വർഷം ഞാൻ തിരിച്ചു വന്നിട്ട്, 3 വർഷം പോയി തിരിച്ചു വന്നിട്ട് 4-ാമത്തെ വർഷം പോകാൻ എടുത്ത ടിക്കറ്റിന്റെ പൈസ ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ആ കാശിന് ഞാൻ കള്ളു കുടിച്ചു. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ വീട് നോക്കണം എന്നൊക്കെയുള്ള ചിന്തയിൽ ഞാൻ പോയില്ല. പിന്നെ ആയിക്കഴിഞ്ഞപ്പോൾ 18 വയസ്സൊക്കെ ആയി. അപ്പൊ ഈ സെമിനാരിൽ നിന്ന് ചാടി വന്നുകൊണ്ട് നമ്മുടെ കവലയിലൊക്കെ ഇറങ്ങാനായിട്ട് ഒരു ഇച്ചിരി മാനക്കേടൊക്കെയാണ്. അപ്പൊ പയ്യ അടുത്തടുത്ത് അപ്പുറത്തപ്പുറത്ത് നമ്മളെക്കാളും ഇച്ചിരി കൂടി സീനിയറൊക്കെ ആയിട്ടുള്ളവരും ഈ സ്കൂളിന്റെ പടിയിലൊക്കെ പോയി വായുന്നിലൊക്കെ നോക്കിയിരിക്കാവുന്ന ടൈപ്പുള്ള ആ ടൈപ്പിലേക്കുള്ളവരുടെ ഇടയ്ക്കിട്ട് പോയി. ആ ടൈപ്പിലുള്ളവരുടെ ഇടയ്ക്കിട്ട് പോയി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പയ്യെ കള്ളുകുടി കാര്യങ്ങളൊക്കെ ആയിട്ട് പയ്യെ തുടങ്ങിയെങ്കിലും അന്ന് വേറെ എന്തൊക്കെയോ ഒരു എൻജോയ്മെന്റ് ആയിരുന്നു. ചിലപ്പോ ഒക്കെ ഞാൻ ഓർക്കുന്നത് 2-3 ദിവസം കൂടി ഞാൻ വീട്ടിൽ വന്നൊക്കെ ഓർക്കുന്നു. അങ്ങനെയൊക്കെ അങ്ങ് പോയി. അങ്ങനെ എല്ലാം ഇരുന്ന് കഴിഞ്ഞപ്പോ എന്നെ ഇവര് പറഞ്ഞു, സെമിനാരിന്ന് വന്നാണ്, അപ്പം ഇവന് ഇച്ചിരി ഇംഗ്ലീഷ് ഒക്കെ അറിയാം, അപ്പൊ ഇവന് ഒരു കോഴ്സ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അയാട്ട ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞ ഒരു കോഴ്സ് പഠിപ്പിക്കാൻ എറണാകുളത്തേക്ക് വിട്ടു. അവിടെ പോയി വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടും ജോലിയൊന്നുമില്ല. അപ്പോ വീട്ടുകാർ തീരുമാനിച്ചു, എന്തായാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നേഴ്സിംഗ് ആണ് പിള്ളേർക്ക്, ആണുങ്ങൾക്ക് മെയിൽ നേഴ്സുമാരായി കഴിഞ്ഞാൽ അവർക്ക് നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെയുള്ള ചിന്തയിൽ അന്ന് എന്റെ അപ്പൻ്റെ ഒരു അനിയൻ USA-ലുണ്ട്. അപ്പൊ പുള്ളി കൊണ്ടുപോകും എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന, പുള്ളി കൊണ്ടുപോകുന്ന പറഞ്ഞൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്റെ ഒരു ചിന്ത അങ്ങനെയൊക്കെയാണ്. എന്നാൽ നേഴ്സിംഗ് എന്നുള്ള രീതിയിൽ എന്നെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പം അത് മദ്യപിച്ച് നടക്കുന്ന എന്റെ ഫാദറിന്റെ കയ്യിൽ എവിടുന്ന് പൈസ ഉണ്ടാവാനാ. നേരെ തീരുമാനം എടുത്തു, കുറച്ച് സ്ഥലം വിറ്റിട്ട് നേഴ്സിംഗ് പഠിപ്പിക്കാം എന്നുള്ള തീരുമാനം എത്തി. നേഴ്സിംഗ് പഠിപ്പിക്കാം എന്ന തീരുമാനം എത്തിക്കഴിഞ്ഞപ്പം വല്യപ്പൻ ഞങ്ങൾക്കൊന്നും എഴുതി തന്നിട്ടില്ല. അപ്പോ വല്യപ്പൻ തന്നെ വേറൊരാൾക്ക് സ്ഥലം, ആധാരത്തിന്റെ അന്ന് സ്ഥലം വേറൊരാളുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് അതിന്റെ പൈസ എടുത്ത് പുള്ളിയുടെ കയ്യെ തന്നെ വെച്ചു. അതിൻ്റെ അകത്ത് എൻ്റെ അപ്പന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഒരു പശു മേടിക്കണമെന്നോ, അങ്ങനെ വീട് ആ പൈസ ഓൾറെഡി ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ ഒരു ചിന്തയും പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഫാദർ പ്രതീക്ഷിച്ചിരുന്ന പൈസ കിട്ടാതെ വന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഏകദേശം ഫസ്റ്റ് ഇയർ അവസാനം ആയി. അപ്പോൾ ഞാൻ പരീക്ഷ എഴുതാനിരിക്കുകയാണ്. പരീക്ഷ എഴുതുന്നതിന്റെ ഇടയ്ക്ക്
നേരെ ചെന്ന് ആടുന്നത് ബാംഗ്ലൂരിലേക്ക്. പരീക്ഷ എന്നതിന് മുമ്പത്തെ കാര്യം പറയാം. അത് ചെന്ന് ആടിയത് ഏറ്റവും അലമ്പ് കമ്പനിയുടെ കൂടെ തന്നെ എല്ലാവരും ചെന്ന് പെട്ടു ഞാൻ. ചെന്ന് പെട്ട് ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതാറായത്തേനും അവിടെ ഈ കള്ള് കിട്ടും. കള്ളൊക്കെ കുടിച്ച് മഞ്ഞപ്പിത്തം പിടിച്ചു. മഞ്ഞപ്പിത്തം പിടിച്ച് ഫസ്റ്റ് ഇയർ എക്സാം എഴുതാൻ പറ്റാതെ ഞാൻ തിരിച്ചു വന്നു. 2005 ഞാൻ തിരിച്ചു വരുന്നത്. 2005 ഞാൻ പരീക്ഷ 2 എഴുതിയിട്ട് ബാക്കി പരീക്ഷ എഴുതാതെ ഞാൻ ജനുവരി മാസത്തില് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ കറക്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് കയറിയപ്പോഴേക്ക് ഓർക്കുന്നുണ്ട്. ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ, അന്ന് എനിക്ക് ബിൽ റൂമിന് ഏതാണ്ട് 17 കണ്ടായി. അപ്പോൾ അത്രയും കൂടിയത് കൊണ്ട് എല്ലാ കൂട്ടുകാരന്മാർ ആരാണ്ടൊക്കെ പൈസ തന്നു, 2005 രൂപയൊക്കെ ആയിട്ട്. ഞാൻ 2005 നാട്ടിലേക്ക് വന്നിട്ട് ഞാൻ നേരെ ഫാദർ കൊണ്ടുപോയി ആക്കിയത് ഒരു ഹോസ്പിറ്റലാണ്, കൂത്താട്ടുകുളം ദേവമാത എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാക്കി. അവിടെ നല്ല ചികിത്സയൊക്കെ കുഴപ്പമില്ലാണ്ട് ചികിത്സയൊക്കെ പോയി 2-3 ദിവസം കഴിഞ്ഞ് എന്നിട്ട് എന്നെ ഡിസ്ചാർജ് ആക്കി. എന്റെ തൊട്ടപ്പുറത്ത് കിടന്ന ആൾക്ക് 17.8 കണ്ടുണ്ടായിരുന്നു. എന്നെക്കാളും കുറച്ച് കൂടുതലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആളുടെ ദേഹമൊക്കെ മഞ്ഞച്ച് മൊത്തം ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മെന്റലി ഒക്കെ പ്രശ്നമൊക്കെ ആയി. പുള്ളിനെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് വിട്ടു. അപ്പോൾ എനിക്ക് ഇച്ചിരി നന്നായിട്ട് പേടിച്ചു. പക്ഷെ എന്റെ പെങ്ങൾ അന്നേരം അവിടെ നഴ്സിംഗിന് പഠിക്കുന്നുണ്ട്. അപ്പൊ അവളുടെയും വേറെ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാരും വന്ന് സമാധാനിപ്പിച്ച് നല്ലൊരു രീതിയിൽ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് 3-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു, ജനുവരി 26-ാം തീയതിയാണ് അപ്പച്ചൻ ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് ഈ നല്ല വെള്ളമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഞാനിങ്ങനെ വയ്യാതെ ഇരിക്കുകയാണ്. വയ്യാതെ ഇരുന്ന് വെച്ചാൽ വലിയ വയ്യായികൊന്നുമില്ല, അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വീട്ടുകാർ നമ്മളെ താങ്ങും തോറും നമുക്ക് ഈ എന്താ പറയുന്നത്, തളർച്ച കൂടുമല്ലോ. അപ്പൊ അവര് താങ്ങുന്ന കണ്ടപ്പോ എനിക്ക് കൂടുതൽ തളർച്ചയായി. അങ്ങനെ ഇരുന്നപ്പോ അപ്പച്ചൻ ഇതിനു വേണ്ടി പോവാണ്, പാടത്തേക്ക് പണിയെടുക്കാൻ പോകുന്ന. അപ്പച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അപ്പച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് 22 മണിക്കൂർ വരെയൊക്കെ ഒരു ദിവസം പണിയെടുത്തിട്ടുണ്ടെന്ന്. എന്ന് വെച്ചാൽ അധ്വാനിക്കുന്നതിന്റെ അകത്ത് ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നു. അപ്പൊ അതിന്റെ അകത്തൊക്കെ എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്. അപ്പോ ഇതിലേക്ക് പോയപ്പം രാവിലെ ഒരു ബഹളം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ബഹളം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഞാൻ ഇന്ന് കാണിച്ചു തരാടി, ഞാൻ ഇന്ന് കുരുടാൻ കഴിച്ച് മരിക്കും എന്നൊക്കെ അമ്മയോട് പറഞ്ഞപ്പോ എന്റെ വായിൽ നിന്നും അറിയാണ്ട് വേറെ ചീത്ത ഒരു വാക്കും വീണിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും കരച്ചിലും ബഹളമൊക്കെയാണ്. ഞാൻ മയങ്ങിപ്പോയോ എന്തോ സംഭവിച്ചു. അപ്പൊ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ അതിന്റെ ഫാദർ മരിച്ചു. അപ്പോ എനിക്ക് തോന്നി ഇതിപ്പം ഭയങ്കര പ്രശ്നമാണ്, മദ്യപിച്ച് തന്നെയാണ് അപ്പച്ചൻ മരിച്ചത്, അതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് മരിച്ചത്. ഇനിയിപ്പോ ഒരിക്കലും ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇച്ചിരിയൊക്കെ അടിയിൽ പോയി. പക്ഷെ എന്നെ അടിയിൽ വിടാതിരിക്കേണ്ടത് എല്ലാവരും ഇതായിരുന്നു, കാരണം അസുഖവും ആയിട്ടിരിക്കുന്നതുകൊണ്ട്. അപ്പൊ എനിക്ക് ഒത്തിരി പലരും സപ്പോർട്ടൊക്കെ ചെയ്ത് വേഗം തന്നെ എന്നെ ബാംഗ്ലൂർക്ക് തിരിച്ചു. 41-ാം ദിവസം അപ്പച്ചൻ മരിച്ചതിന് 41-ാമത്തെ ഓർമ്മയിലാണ് എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ച് 17 ആയവനാണെന്ന് ഓർക്കണം. 41-ാമത്തെ ദിവസം ഞാൻ കൂട്ടുകാരന്മാർക്ക് മരിച്ചതിന്റെ 41-ന്റെ ഓർമ്മയാണെന്ന് പറഞ്ഞ് അവരുടെ കൂടെ അവന്മാർക്ക് ഞാൻ ഇത് മേടിച്ചു കുടിച്ചിട്ട് പക്ഷെ അവന്മാർക്ക് ഞാൻ കള്ള് മേടിച്ചു കൊടുത്ത് ഒരിക്കലും ഫാദർ മരിച്ചതിന്റെ ആ ദുഃഖത്തിലായിരുന്നില്ല, അവരുടെ ഒപ്പം എനിക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ഞാനിപ്പോ മനസ്സിലാക്കുന്നു. അന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് 41-ാമത്തെ ദിവസം ഞാൻ അവരുടെ ഇടയ്ക്ക് പോയി പയ്യെ ഇരുന്നിട്ട് ഇച്ചിരി വീഞ്ഞു കുടിച്ചു നോക്കി. എല്ലാവരും ആരും കാണാതെ, നമുക്ക് എല്ലായിടത്തും ഒരു കൂട്ടുകാരന്മാരുണ്ടായിരിക്കുമല്ലോ, ഇച്ചിരി ആരും കാണാതെ കൊണ്ടുപോയി തരുന്നത്. അങ്ങനെയൊക്കെ ഞാൻ അന്ന് വീഞ്ഞൊക്കെ കുടിച്ചു. അങ്ങനെ 2-ാമത്തെ വർഷം 3-ാമത്തെ വർഷമൊക്കെ ആയി. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയൊക്കെ ഒരു ലൈനും വന്നു പെട്ടു. ലൈനൊക്കെ ആയിട്ട് അങ്ങ് പോയി. അങ്ങനെ 2-ാം വർഷം എങ്ങനെയോ 1-ാം വർഷം 2-ാമത് വീണ്ടും എഴുതേണ്ടി വന്നു. 3-ാം വർഷം അങ്ങനെ പഠിച്ച് ഞാൻ എങ്ങനെയോ പാസ്സായി. കോപ്പി അടിച്ച് തന്നെയാണ്, എങ്ങനെയോ പഠിച്ചിട്ടൊന്നുമില്ല, കോപ്പി അടിച്ച് തന്നെ 3 വർഷവും പാസ്സായി. നേരെ ഡൽഹിയിലേക്കൊക്കെ കയറിയൊക്കെ അങ്ങ് പോന്നു. അപ്പോൾ അന്നേരമൊക്കെ എൻ്റെ ഒരു മനസ്സിലെ ചിന്ത, ഇപ്പം ഞാൻ അപ്പനങ്ങ് മരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞത്തേനും ചേട്ടന്റെ കൂടി ചേട്ടൻ വീട്ടിൽ രാജാവായി. 1 വർഷം കഴിഞ്ഞു. പിന്നെ വേഗം തന്നെ ചേട്ടൻ മൊത്തത്തില് ഭയങ്കര ഫാദർ എന്തായിരുന്നോ അതിന്റെ ഇരട്ടിയായിട്ടുള്ള രീതിയിൽ ചേട്ടൻ മാറി. അപ്പൊ ചേട്ടൻ മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ എന്നും തുലനം ചെയ്യുമായിരുന്നു. അവര് കുടിക്കുന്നുണ്ട്, അവര് കുഴപ്പമില്ല. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ചേട്ടനെ ഏതോ ഒരു സമയത്ത് ഫാദർ മരിച്ചു കഴിഞ്ഞ് 2 വർഷമൊക്കെ കഴിഞ്ഞത്തേനും ചേട്ടന് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ആക്കി ഞാൻ ഓർക്കുന്നുണ്ട്. പാലായില് അഡാപ്റ്റർ എന്ന് പറഞ്ഞ ഡി അഡിക്ഷൻ സെന്ററിൽ ഞാൻ കൊണ്ടുപോയി ആക്കി. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് കഴിക്കണം എന്ന് താല്പര്യമൊക്കെ ഉണ്ട്. ഞാനും അന്നും ഏകദേശം എല്ലാ ദിവസവും തന്നെ കഴിക്കാറുണ്ട്. അവിടെയുള്ള ചേട്ടന്മാര് പറഞ്ഞു, എടാ നിനക്ക് പുറത്തു പോകാൻ പെർമിഷൻ ഉണ്ട്, നീ പുറത്തു പോയിട്ട് ഫ്രൂട്ട്സ് മേടിച്ചിട്ട് ഇതിന്റെ അകത്ത് അടയ്ക്ക് 2 പൈന്റ് മേടിച്ചു വെച്ചോണ്ട് വരണമെന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്കൊരു ചാൻസാണ്, കുടിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് ആണല്ലോ. ചേട്ടനെ ഡി അഡിക്ഷൻ സെന്ററിൽ കുടി നിർത്താൻ വേണ്ടി കൊണ്ടുപോയി നിർത്തിയേക്കുന്നത്. ഞാൻ പുറത്തു പോയി അവിടെയുള്ളവർക്ക് വേണ്ടി കള്ള് മേടിച്ചുകൊണ്ട് വരാനായിട്ട് ഞാൻ പോയി എന്നെ തിരിച്ചു വന്ന വഴിക്ക് പിടിച്ചു. എന്നെ അന്നേരം തന്നെ പറഞ്ഞു വിട്ടു. അന്നേരം പറഞ്ഞു വിട്ട വഴിക്ക് അവിടുത്തെ ഡി അഡിക്ഷൻ സെന്ററിലെ ഒരു പുള്ളി പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇപ്പോഴും അത് ഓർത്തിരിക്കുന്നുണ്ട്. ചേട്ടന് കൊടുക്കുന്ന പോലെ തന്നെ അനിയനും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും കണക്കുകൂട്ടിയൊന്നുമില്ല. ഞാൻ മുഖവിലയ്ക്ക് എടുത്തില്ല. ഞാൻ വീണ്ടും ഇങ്ങനെ 3-ാം വർഷം നഴ്സിംഗ് കംപ്ലീറ്റ് ആക്കി നേരെ പിന്നെ പോകുന്നത് ഉത്തർപ്രദേശിലേക്കാണ്. നേരെ ഉത്തർപ്രദേശിലേക്ക്. അതിന് മുമ്പ് ഡൽഹിയിൽ കുറച്ചാള് ജോലിയൊക്കെ ചെയ്തു. പഠനം ഈ പരീക്ഷ തോറ്റുപോയതുകൊണ്ട് 6 മാസം ബാക്കായിരുന്നു. അപ്പം ഇടയ്ക്ക് ഡൽഹിയിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്തു. പണിയെടുക്കുന്നതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ട് ചെയ്തു. പിന്നെ 2007 നേരെ സ്വന്തമായിട്ട് ജോലി, വലിയ ശമ്പളമൊന്നുമില്ല, എന്നാലും UP-യിലെ മീററ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ജോലിക്ക് കയറിയപ്പോഴത്തേനും വീടിന്റെ അവസ്ഥ ഏകദേശം താറുമാറ് കഴിഞ്ഞിരുന്നു എന്ന് വെച്ചാൽ ചേട്ടൻ ഒരു രക്ഷയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അപ്പോ ഞാൻ പിന്നെ വീട്ടിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണ്. വലിയ ഹീറോയാണ് എന്നുള്ള രീതിയിൽ വലിയ ഭയങ്കരമായിട്ട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു. എല്ലാ മാസവും വീട്ടിലേക്ക് പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അന്ന് കുറച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്റെ കുടിയുടെ അളവ് കൂടി കഴിഞ്ഞ് വന്നപ്പോ എന്റെ കൂട്ടുകാരന്മാര് പലരും പറഞ്ഞു, എടാ നീ ഭയങ്കരമായിട്ട് കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഇത് വലിയ കുടിയൊന്നും ഇല്ല. പലരും പറഞ്ഞു, നിനക്ക് ഇച്ചിരി കുടിയോട് ഭയങ്കര കൊതിയാ, നിനക്കൊരു ആക്രാന്താന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവരിൽ നിന്നെല്ലാം ഞാൻ പയ്യെ വലിഞ്ഞു. കാരണം അവരെന്നെ അളക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ വന്നപ്പോ ഞാൻ അവരിൽ നിന്ന് പയ്യെ നൈസായിട്ട് വലിഞ്ഞ് ഞാൻ തന്നെ കുടിക്കാൻ തുടങ്ങി. നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് 8 മണിക്ക് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് 8:30 ആകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്ന സാധാരണ മനുഷ്യരോട്ട് 8:45-9 എന്തായാലും ഉറങ്ങാൻ പറ്റും. പക്ഷെ ഞാൻ ഉറങ്ങുന്നത് പോലെ നടിച്ചു കിടക്കുമായിരുന്നു. നടിച്ചു കിടന്നിട്ട് 11 മണി വരെ ഞാൻ ഉറക്കം നടിച്ചു കിടന്നിട്ട് 11 മണിക്ക് 2010 ആയപ്പോഴത്തേനും 11 മണിക്ക് ഈ അവിടെ പോയി സാധനം മേടിച്ച് കുടിച്ചിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ എത്തി. 2010 എത്തി. 2010 അവിടുന്ന് അന്ന് വരെ എന്റെ കുടിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് വെറും 3 വർഷമാണ് ഞാൻ ശരിക്കും ജോലി ചെയ്തത്. 2007 മുതൽ 2010 വരെ. 2010 അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ജമ്മു കാശ്മീരിന് നല്ലൊരു ജോലി. അപ്പോൾ അന്ന് എനിക്ക് 8,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നിടത്ത് 22,500 കയ്യെ കിട്ടുന്ന ഒരു ശമ്പളത്തിൽ 2010 എനിക്ക് ജമ്മു കാശ്മീരിന് ഒരു ജോലി കിട്ടി. അതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഗൾഫിൽ പോകുന്ന ഏകദേശം എന്നെയൊക്കെ സംബന്ധിച്ച് അന്ന് ഒരു നല്ല ഗൾഫിൽ പോകുന്ന അത്രയും തന്നെ ഒരു ശമ്പളമാണ്. ഏകദേശം ഒരു ചെലവുമില്ല. നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഓഫൊക്കെ ഉള്ള ദിവസം പള്ളിയിൽ പോകണമെങ്കിൽ സ്വന്തമായിട്ട് ഇന്നോവ വരെ വിറ്റ് തരുന്ന അത്രയ്ക്കും. അന്നൊക്കെ ഇന്നോവയിലൊക്കെ അങ്ങനെയൊക്കെ കയറിയിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി വരെ വിറ്റ് തരുന്ന ആ ഒരു സെറ്റപ്പിൽ നല്ല ജോലി കിട്ടി. അവിടെ ഒരു 2 മാസം കൊണ്ട് കള്ളുകൂടി എന്നെ കവർന്നിരുന്നു. ഞാൻ 2 മാസം കൊണ്ട് കള്ളു കുടിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കി. അന്ന് ആദ്യമായിട്ട് 2010 ഡിസംബർ ആയതിനും എന്റെ ജോലി നഷ്ടപ്പെട്ടു. എന്റെ ജോലി നഷ്ടപ്പെടുക മാത്രമല്ല, ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്റെയും കൂടെ ജോലി നഷ്ടപ്പെടുത്തി. അപ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ആദ്യമായിട്ട് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഓർത്തു, ഇതും കള്ളു കുടിച്ചതുകൊണ്ടാ, ഇനിയിപ്പം മര്യാദയ്ക്ക് ജീവിച്ചേക്കാം എന്നുള്ള ചിന്തയായിട്ട് നാട്ടിൽ വന്നു. ഭയങ്കര പ്രാർത്ഥന, ധ്യാനം ഒക്കെ കൂടി ഇങ്ങനെ നടന്നു. ഈ കള്ളു കുടിക്കില്ല എന്നുള്ള തീരുമാനമൊക്കെ എത്തി. അപ്പൊ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകണം എന്നുള്ള ചിന്തയുമായിട്ട് നേരെ ഇങ്ങനെ. അപ്പൊ എന്റെ ഒരു പെങ്ങള് കന്യാസ്ത്രീയാണ്. അപ്പൊ അവള് മധ്യപ്രദേശിലാണ്. അപ്പൊ ഞാൻ വേറെ ഒന്നും നിവൃത്തിയില്ല. കാരണം ആദ്യമേ UP പോയോടത്ത് ഇനി തിരിച്ചെല്ലാന്നുള്ള ഒരു മടി. അപ്പോൾ ഞാൻ മധ്യപ്രദേശിന് പയ്യെ ജോലി അന്വേഷിച്ച് ചെന്നു. അവിടെ എന്നെ ഒരാൾ സഹായിക്കാനുണ്ടായിരുന്നു. ഒരു സിസ്റ്റർ എന്നെ സഹായിച്ചു. ഒരു നല്ല ജോലി കിട്ടി. നല്ല കുറച്ച് കൂട്ടുകാരുടെ കൂടെ എനിക്ക് താമസിക്കാൻ അക്കോമഡേഷനും ശരിയാക്കി തന്നു. ഞാൻ അവിടെ കുറച്ച് നാള് പമ്മി കൂടി നല്ല കൊച്ച് കളിച്ച് നടന്ന് ഒരു 2-3 മാസത്തേക്കുള്ളൊന്നും നല്ല കൊച്ചൊന്നും കളിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. പയ്യെ അവരുടെ അടുക്കല് നമുക്ക് ഒരെണ്ണം അടിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അടിയൊക്കെ തുടങ്ങിയായിരുന്നു. പയ്യെ അടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഞാൻ വളയ്ക്കും. ഇപ്പൊ ഇവര് പറയും, പറ്റത്തില്ലടാ, ജോലി പോവും എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അവിടെയും എന്നോട് ഇവര് സ്നേഹത്തോടു കൂടി നിന്റെ കഴി കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പയ്യെ അവരെയും നിന്നും പയ്യെ ഒഴിഞ്ഞു മാറി തന്നെ പോയി കഴിക്കാൻ തുടങ്ങി. നേരത്തെ 2010 കുടിച്ചുകൊണ്ടിരുന്ന അതേ അവസ്ഥയിലേക്ക് വീണ്ടും ഒരു 5-6 മാസം കൊണ്ട് ഞാൻ വീണ്ടും എത്തി.
ഞാൻ വീണ്ടും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ പിന്നെ വേറെ വേറെ പ്രശ്നങ്ങളൊക്കെ ആയി. വേറെ ഒത്തിരി പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് സെക്സ് കയറി വന്നു. സെക്സിന് ഞാൻ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തു അവിടെ വെച്ച്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം എന്താ പറയുന്നത്, അവസാനം അവർക്ക് അവിടെ നിന്ന് ആദ്യത്തെ കൂട്ടുകാരിൽ നിന്നും പയ്യെ റൂം മാറേണ്ടി വന്നു. റൂം മാറി ഞാൻ അന്നൊക്കെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലിരിക്കുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, എൻ്റെ ഫാദർ 22 മണിക്കൂർ വരെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അതേപോലെ എനിക്ക് പറ്റുന്നത്രയും ജോലി ചെയ്യണം എന്നുള്ള ചിന്ത. 12 മണിക്കൂർ 6 മണിക്കൂർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ട് പിന്നെ 12 മണിക്കൂർ വേറൊരു പ്രൈവറ്റ് ഡ്യൂട്ടി ചെയ്യുന്നു. അപ്പോൾ 18 മണിക്കൂറോളം വർക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ആ സമയത്തൊക്കെ എത്തി. അന്നേരത്തിനും പോസ്റ്റ് പി എസ് സി പഠിച്ചേക്കാം എന്നോർത്ത് ഞാൻ പോസ്റ്റ് പി എസ് സിക്ക് പൈസ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ പോസ്റ്റ് പി എസ് സിക്കൊക്കെ ചേർന്നു. അപ്പൊ 18 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല കൊച്ച എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് എനിക്ക്, വേറെ ആർക്കുമല്ല, എനിക്ക് മാത്രം. എന്നെങ്കിലൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ ഓഫ് കിട്ടുവാണെങ്കിൽ അന്നെല്ലാം അടിച്ച് മറിയുന്ന രീതി. ഇപ്പൊ കൂട്ടുകാരൊക്കെ ആയിട്ട് അവർക്കെല്ലാവർക്കും ഞാൻ മേടിച്ചു കൊടുക്കുകയാണ്. 18 മണിക്കൂർ പണിത് കാശുണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ മുഴുവനും മറ്റുള്ളവർക്ക് മദ്യം മേടിച്ച് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് മദ്യം മേടിച്ച് ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ എല്ലാ ചെലവുകളും ഏറ്റെടുത്ത് നടത്തുകയാണ്. അപ്പോൾ അവരും പക്ഷെ അവർക്കും ജോലിയും അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നതും ജോലിക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്നിൽ നിന്നും അവര് സ്നേഹത്തോടു കൂടി ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവരിൽ നിന്നും പയ്യെ ആകുന്നു. പിന്നെ ആയപ്പം ഒത്തിരി അലമ്പായി. അലമ്പെന്ന് പറഞ്ഞാൽ നല്ല ആദ്യമേ എനിക്ക് ഷെൽട്ടർ തന്ന അവര് വരെ ഞാൻ കാരണം തോക്കിന്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യമല്ല നിന്നിട്ടുള്ളത്. ആദ്യത്തെ പ്രാവശ്യം എന്നെ നല്ല നാടൻ നല്ല സാധനങ്ങൾ എടുത്തിട്ട് ചൂണ്ടി വെച്ച് കഴിഞ്ഞപ്പം ശരിക്കും ജീവൻ പോയത് ജീവൻ കൂടുതൽ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോക്കിന്റെ മേളിലൊരു സൈലൻസർ ഇടില്ലോ ഒച്ച കേൾക്കാതിരിക്കാൻ. അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഹൃദയമിടിപ്പം നിന്ന് പോയതുപോലെ ആദ്യത്തെ പ്രാവശ്യം തോന്നി. രണ്ടാമത്തെ പ്രാവശ്യം തോന്നി. പക്ഷേ ഞാൻ എന്നൊരു വ്യക്തിക്ക് ഒരു മാറ്റവും ഇല്ലായിരുന്നു. ഞാൻ അവിടുത്തെ കളം മതിയാക്കി നേരെ ഡൽഹിക്ക് വിട്ടു. ഡൽഹി ചെന്ന് കഴിഞ്ഞപ്പം നേരത്തെ ഈ യു പിയിലുണ്ടായിരുന്ന 2010 വരെ യു പിയിലുണ്ടായിരുന്ന കൂട്ടുകാരെ ഇടയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതെന്നെ പറ്റിയിട്ടാണെന്ന് ചോദിച്ചു. മുഖമൊക്കെ ഇടിച്ചിട്ട എന്നെ ശരിക്കും പറഞ്ഞാൽ പഞ്ഞിക്കിട്ട് ഞാൻ ഇടിച്ചിതായിട്ട് എന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വിഷയം ഉണ്ടായി, അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടു നിന്നു. 2010 തൊട്ട് പിന്നെ ഇങ്ങനെ കറക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു 2012 ഒക്കെ അവസാനമൊക്കെ ആയപ്പോൾ തൊട്ട് ഒരു വക കറക്കാണ്. ഇതിലേക്ക് ചുമ്മാ എങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ആയി എനിക്കും കുടിച്ച് മതിയായി തുടങ്ങിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ആണ് 2014 വിവാഹം നടന്ന കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ സൗദിക്ക് പോയി. സൗദി ചെന്നിട്ട് എൻ്റെ കുടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഈ പോക്ക് പോയാൽ ശരിയാവത്തില്ല, നമുക്കൊരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയി നിർത്തിയാലോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ വീട് കൂത്താട്ടുകുളത്താണ്. അപ്പം ഞാൻ നേരെ ആദ്യത്തെ ഡി അഡിക്ഷൻ സെന്റർ തപ്പി പോവാണ്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ നേരെ പോയി ചങ്ങനാശ്ശേരിയിൽ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ. ഇപ്പൊ പ്രശ്നമായി നിർത്തണമെന്ന ആഗ്രഹമായിട്ട് തന്നെയാണ് പോകുന്നത്. ഡി അഡിക്ഷൻ സെന്ററിൽ പോകുന്നു. ഡി അഡിക്ഷൻ സെന്ററിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡി അഡിക്ഷൻ സെന്റർ തന്നെയൊന്നുമല്ല, അത് മെന്റൽ ഹോസ്പിറ്റലായിരുന്നു. ചെന്ന് പെട്ടുപോയി. അപ്പൊ ഞാൻ എൻ്റെ ഡിമാൻഡുകളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ മാരീഡാണ്, എനിക്ക് എന്നും വൈകുന്നേരം അരമണിക്കൂറെങ്കിലും ഭാര്യയോട് സംസാരിക്കാനായിട്ട് അലോ ചെയ്യണം. പിന്നെ ഞാൻ വരുന്നത് എൻ്റെ ഫ്രണ്ടിന്റെ കൂടെയാണ്. ആ ഫ്രണ്ട് അന്ന് എന്നെ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചു പോവും, അത് സമ്മതിക്കണം. പിന്നെ ഫോൺ വേറെ ആർക്കും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഫോൺ തന്നെ 10 ദിവസം കഴിഞ്ഞ് കഴിയുമ്പം എന്നെ വിടണം. ഇത്രയും നിബന്ധനകൾ വെച്ച് സമ്മതമാണെങ്കിൽ മാത്രമേ അഡ്മിഷൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ച് അവർക്ക് ബിസിനസ് ആണ്. അവർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, പോരെ നമുക്ക് സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് 10 ദിവസം അവിടെ കിടന്നു. 10ാമത്തെ ദിവസം തിരിച്ചിറങ്ങി പോരുന്ന വഴിക്ക് അവിടെ ഞാൻ ഏകദേശം വട്ടുപിടിച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ശരിക്കും നല്ല മെന്റൽ ഹോസ്പിറ്റലാണത്. അപ്പോൾ അവിടുന്ന് ഇറങ്ങി പോരുന്ന വഴി ഈ ഒരു ചെറിയ ട്രോളി ബാഗ് ഉന്തിക്കൊണ്ടാണ് ഞാൻ പോരുന്നത്. അന്നേരം അവിടെ നിന്ന് ഒരു നേഴ്സ് ചുമ്മാ ഒരു കമന്റ് പറഞ്ഞു, അവന്റെ പോക്കുണ്ടല്ലോ, അവൻ ഏതാണ്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പോണ പോലെയാ, കയ്യെ കാശുണ്ടായെന്ന് പറഞ്ഞിട്ട് അവൻ അത് വെച്ച് കള്ളു കുടിച്ചിട്ട് അത് വെച്ച് ഇത്രയും പൈസ മുടക്കി ഇവിടെ വന്ന് നിർത്താനായിട്ട് വന്നു. ഇവനെയൊക്കെ ഒരു കാര്യം ഇത്ര എന്തോ പുള്ളിക്കാരത്തി നല്ലതിന് വേണ്ടി പറഞ്ഞതാണ്. കാരണം പാവം ചെറുതാണല്ലോ എന്നുള്ള ചിന്തയിൽ പറഞ്ഞാന്ന്. എനിക്കത് സഹിച്ചില്ല. ഞാൻ നേരെ ഇറങ്ങി. എന്നെ അവിടുത്തെ ഒരു ഡയറക്ടർ തന്നെയാണ് എന്നെ
കോട്ടയം വരെ കൊണ്ടുപോയി വിടുന്നത്. ആ പുള്ളി എന്തോ ആവശ്യത്തിന് വേണ്ടി കോട്ടയം വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നെ ആ പുള്ളിയുടെ വണ്ടിയിൽ തന്നെ കയറ്റി കോട്ടയം വന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു KSRTC സ്റ്റാൻഡിൽ ഇപ്പുറം ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. ഇറങ്ങി പുള്ളിയുടെ വണ്ടി പോയി. നേരെ KSRTC സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഒരു ബീവറേജ് ഉണ്ട്, അവിടെ ചെന്ന് ഒരു പൈന്റ് മേടിച്ച് നേരെ ബാഗിന്റെ അകത്ത് വെച്ചു. ഈ ഡൈസൽഫ്യൂരാൻ എന്ന് പറഞ്ഞിട്ടൊരു ആന്റിബയോട്ടിക്സ് ഉണ്ട്, അത് വീട്ടിൽ ചെന്ന് കഴിച്ചു. വീട്ടിൽ അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അന്ന് ചേട്ടനോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാന്, വൈഫ്, അമ്മ, മൂന്നേക്ക് പേര് മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഡീലാണ് DX സെന്റർ. അപ്പൊ പോയി അമ്മ ഓർത്ത് രക്ഷപ്പെട്ടു, എന്റെ മോൻ നന്നായി എന്നൊക്കെ ഓർത്ത്. അമ്മ ഭയങ്കര കാര്യമായിട്ട് ചോറ് വിളമ്പി തന്ന, എന്നും വെള്ളം കുടിക്കുന്ന, രാത്രി വെള്ളം കുടിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഈ കള്ളു കുടിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേക്കാൻ പറ്റിയത് രാവിലെ വെള്ളം കുടിക്കുന്ന സ്വഭാവം ഉണ്ട്. അങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് എടുത്തു വെച്ച് ഞാൻ ഡൈസൽഫ്യൂരാൻ കഴിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്റെ കിരികിരിപ്പ് തുടങ്ങി. കുപ്പിയിൽ നിന്ന് പൊട്ടിച്ച് ഞാൻ അടിച്ച് താഴെ വീണ്ടും മൂത്രമൊഴിക്കാനായിട്ട് പോയി. അവിടെ ദേ കിടക്കുന്നു, വലിച്ചടിച്ച പോലെ താഴെ വീണു. പക്ഷെ ഇച്ചേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം വന്നു. ഞാൻ കയറി വന്ന് കിടന്നുവെങ്കിലും എന്നിലെ മദ്യാസക്തൻ ആ കുപ്പി തീർക്കാതെ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. അപ്പോൾ രാവിലെ ഒത്തിരി താമസിച്ചൊക്കെയാണ് അത്. ഡൈസൽഫ്യൂരാൻ പ്ലസ് ഒരു കുപ്പിയും കൂടെ അല്ലേ അകത്ത് കയറിയിരിക്കുന്നത്. താമസിച്ച് എഴുന്നേറ്റിട്ട് അമ്മയൊക്കെ ഓർത്തു, മരുന്നിന് ഭയങ്കര എഫക്റ്റ് ആലേ മോനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഭയങ്കര എഫക്റ്റാന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ പരിപാടി അങ്ങനെയൊക്കെ കഴിഞ്ഞു. 2014 തൊട്ട് ഞാൻ DAഡിക്ഷൻ സെന്ററുകളിൽ കയറാൻ തുടങ്ങി. പിന്നെ കുറച്ച് ദിവസം കുടിക്കും, വീണ്ടും വയ്യാതാവും. വയ്യാതൊക്കെ ആയിട്ട് പയ്യെ എവിടെയെങ്കിലും DAഡിക്ഷൻ സെന്ററിൽ പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ട്രിപ്പൊക്കെ ഇട്ട് കിടക്കും. ട്രിപ്പൊക്കെ ഇട്ട് കിടക്കുന്ന 2013 ഒക്കെ തൊട്ട് എനിക്ക് കുടി നിർത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 2013 ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പോസ്റ്റ് പി എസ് സിക്ക് വേണ്ടി ചേർന്നായിരുന്നു എന്ന് പറഞ്ഞെന്ന് ഓർക്കുന്നത്. ആ പരീക്ഷയുടെ ലാസ്റ്റ് പരീക്ഷ എനിക്ക് മദ്യപിക്കാതെ ഇരിക്കുന്നതുകൊണ്ട് കൈ തറച്ചിട്ട് എഴുതാൻ പറ്റാതെ വരും. എന്നിട്ട് ഞാൻ വേറെ ആളെ കയറ്റി വെച്ച് എഴുതിച്ചു. വേറെ പയ്യനെ കയറ്റി ഇരുത്തി പരീക്ഷയൊക്കെ എഴുതിപ്പിച്ച് ഞാൻ പാസ്സുമായി. ഡിസ്റ്റിങ്ഷൻ ഒക്കെ ഉണ്ട്, സംഭവമൊക്കെ ശരി. കോപ്പി അടിച്ച് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ പോന്നപ്പോഴും എന്നും ഓർക്കും, നിർത്തേണ്ട സമയമായിരിക്കുന്നു, കഴിഞ്ഞു പോയിരിക്കുന്നു എന്നൊക്കെ ഓർത്ത് പല DAഡിക്ഷൻ സെന്ററിൽ പോവും, ധ്യാനങ്ങളിലൊക്കെ പോകും. ധ്യാനങ്ങളിലൊക്കെ പോകാൻ നേരത്ത് എൻ്റെ ഒരു ചിന്ത, സത്യസന്ധമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ 10,000, 2,000, 10,000 പേരൊക്കെ ഇരുന്ന് ധ്യാനിക്കുന്നവർക്ക് എൻ്റെ ചിന്ത ഇതാണ്. ഈ ധ്യാനിപ്പിക്കുന്ന അച്ഛൻ വിളിച്ചു പറയണം, രതീഷ് കള്ളുകൂടി നിർത്തി ഇപ്പൊ വിളിച്ചു പറയും അതോടുകൂടി കുടി നിൽക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു നിർത്തണം എന്നുള്ളത്. അച്ഛൻ വിളിച്ചു പറഞ്ഞാൽ നിന്നു എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. പേര് മാത്രം പറയുന്നത്. അപ്പൊ വേറെ കുടിയന്മാരെ കുടി മാറി എന്നൊക്കെ പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ എഴുന്നേറ്റ് കൈയൊക്കെ അടിച്ചു ഭയങ്കര പരിപാടിയൊക്കെ. അങ്ങനെയൊക്കെ ഒത്തിരി കാണിച്ചു. എന്നിട്ട് വീണ്ടും തിരിച്ചു വരും. 2 ആഴ്ച കഴിയും. 2 ആഴ്ച കൂടുതലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാറില്ല. നേരെ വീണ്ടും പോയി കുടിക്കും. വയ്യാതെ വരും. വയ്യാതെ ആയി കഴിയുമ്പോൾ 2014 തൊട്ട് പോകാൻ തുടങ്ങി. എനിക്ക് 2016 ഞാൻ വീണ്ടും AIയുമായിട്ട് ബന്ധപ്പെട്ട ഒരു DAഡിക്ഷൻ സെന്ററിൽ 30 ദിവസത്തെ ചികിത്സയ്ക്ക് വേണ്ടി ചെന്നുപെടുകയാണ്. ആ ചെന്നുപെടുന്ന ഒരു അവസ്ഥ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായിരുന്നു. വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ദിവസം ഞാൻ അന്നേരം വീണ്ടും ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത്. ഡൽഹിയിൽ ജോലി ചെയ്യുന്നിട്ട് അന്നേരം എൻ്റെ ചിന്ത ഇതാണ്, 15 ദിവസം ആനുവൽ ലീവ് എടുക്കുന്നു, അതോടുകൂടി കുടിച്ചിട്ട് കുടി നിർത്തുന്നു. കാരണം എൻ്റെ ഭാര്യ ക്യാരിയിങ് ആണ്, എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവാണ്. ആ കുഞ്ഞിന് പേര് വരെ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു, ഫിയോണ എന്നാണ് പേര്. അതുവരെ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. സൗദിയിലായിരുന്നുകൊണ്ട് നമുക്ക് എന്താണ് ജെൻഡർ എന്താണെന്ന് അറിയാലോ. അവിടെ വെച്ച് സ്കാൻ ചെയ്യുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞു. അപ്പൊ അതുവരെ ഇട്ട് എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് 15 ദിവസം ഇത് കഴിഞ്ഞിട്ട് ആനുവൽ ലീവ് എടുത്തിട്ട് ഡൽഹി വെച്ച് തന്നെ മദ്യപാനം നിർത്തിയേക്കാം എന്നുള്ള ചിന്തയിൽ മദ്യപിച്ചു. ആ മദ്യപാനം നീണ്ടുപോയിട്ട് അവസാനം ഞാൻ മധ്യപ്രദേശിൽ കിടക്കുന്ന ഒരു കൂട്ടുകാരനെ ട്രെയിന് വരുത്തി ഡൽഹിക്ക് വരുത്തി. ഡൽഹിയിൽ നിന്നും അവൻ എന്നെ എസ്കോർട്ട്, അതായത് എനിക്കേറ്റ് നിൽക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിൽ ഡൽഹിയിൽ നിന്നും കേരളത്തിൽ അവൻ വന്നു. അവൻ അപ്പ് ആൻഡ് ഡൗൺ എല്ലായിടത്തും ടിക്കറ്റും കാര്യങ്ങളും പൈസയൊക്കെ കൊടുത്താണ് കൊണ്ടുപോയത്. അപ്പോൾ അതെല്ലാം കൂടെ എടുത്തിട്ട് എന്നെ നാട്ടിൽ കൊണ്ടുപോയി ആക്കി. അവിടുന്ന് ഞാൻ DAഡിക്ഷൻ സെന്ററിൽ പോവുകയാണ് ചെയ്തത്. അവിടെ 30 ദിവസത്തെ ധ്യാനത്തിനിടയ്ക്ക് DAഡിക്ഷൻ സെന്ററിൽ 30 ദിവസം ഉണ്ടായിരുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞിന്റെ പേര് വരെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പൊ ഈ അന്നേരം അവിടെയൊക്കെ നടക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറിങ്ങുകളൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട്. ഭയങ്കര പ്രശ്നമാണ് എന്നുള്ളതും മനസ്സിലായി. 30 ദിവസം ഞാൻ DAഡിക്ഷൻ സെന്ററിൽ കിടന്ന് 31ാമത്തെ ദിവസം ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പൊ ഞാൻ നേരെ കോട്ടയത്ത് ഒരു സ്ഥലത്ത് പോയി മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കള്ളു കുടിച്ചു. ഈ
അത് ആ കള്ള് കുടിച്ചിട്ട് പക്ഷെ എനിക്ക് എവിടെയോ എന്തോ ക്ലിക്കായി. അവിടെ നടക്കുന്ന ഒരു സാധനമുണ്ട് മീറ്റിംഗ്. ഈ മീറ്റിങ്ങിന് പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ബുധനാഴ്ചയാണ് ഇറങ്ങുന്നത് ആ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന്. ആ ഡി അഡിക്ഷൻ സെന്ററിൽ പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും ആ സമയത്ത് ഇറങ്ങുന്നവര് ഞായറാഴ്ചകളിൽ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അവിടെ ഓപ്പൺ മീറ്റിംഗ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് എല്ലാവരും പോയി ഷെയർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്നിലെ മദ്യാസക്തൻ സൂത്രശാലിയും ചിന്താക്കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നവനായ മദ്യം എന്നെ ഞായറാഴ്ച ദിവസം ഷെയർ ചെയ്യാൻ നേരത്ത് ഞാൻ പറഞ്ഞൊരു വാക്കാണ്. ഞാൻ ബുധനാഴ്ച ഇറങ്ങി വ്യാഴാഴ്ച പോയി കള്ളു കുടിച്ചു. പക്ഷെ ഞായറാഴ്ച ഷെയർ ചെയ്യാൻ നേരത്ത് മനസാക്ഷി കുത്തുകൊണ്ടോ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ബാക്കിയുള്ളവർ അതിന്റെ വ്യാഴാഴ്ച പോയതിനും വെള്ളിയാഴ്ച പോയതിനും പറഞ്ഞു 31 ദിവസമായിട്ട് മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്ന കുറുക്കൻ, ഞാൻ എന്ന ഫ്രോഡ്, ഞാൻ എന്ന എന്ത് ഏറ്റവും ചീത്ത വാക്ക് ഏതാണോ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാലോ ഞാൻ ബുധനാഴ്ച ഇവിടുന്ന് പോയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഒരൊറ്റ ഒഴുക്കൻ ചോദ്യത്തിൽ ഞാൻ എന്ന സൂത്രശാലി അവിടെ പിടിച്ചു നിന്നിട്ട് ഞാൻ പോന്നു കഴിഞ്ഞ് പിന്നെ എനിക്ക് അവിടെ അഞ്ചൽപ്പെട്ടി എന്ന് പറയുന്ന അഞ്ചൽപ്പെട്ടി എൻ്റെ ഹോം ഗ്രൂപ്പ് അടുത്ത് അവിടെ ഞാനൊരു മീറ്റിങ്ങിന് പോയി. അതെന്താണെന്നറിയില്ല, എങ്ങനെയോ ദൈവം എന്നെ അവിടെ എത്തിച്ചു എന്ന് വേണം പറയാം. അവിടെ ഞാനൊരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞിട്ട് ഇവരെല്ലാവരുടെയും സത്യസന്ധമായിട്ടുള്ള മനസ്സ് തുറന്നുള്ള ഷെയറിങ്ങുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഈ ഒരു ദിവസം പലരും കള്ളു വീണ്ടും കുടിച്ചിട്ട് വന്നവരൊക്കെ ഉണ്ട്. അപ്പം ഈ പ്രാവശ്യം എന്തായാലും ഇവരോട് എനിക്ക് തുറന്നു പറയാം, ഞാൻ വ്യാഴാഴ്ച കള്ളു കുടിച്ചു, വെള്ളിയാഴ്ച ഒരു ദിവസം കുടിക്കാതെ ഉള്ളൂ, ഇന്ന് ഞാൻ ശനിയാഴ്ച 2 ദിവസമായിട്ട് ഞാൻ കുടിക്കാത്തേ ഉള്ളൂ. ഇവരോടൊന്ന് പറയാം. കാരണം ആ പറയാമെന്ന് എനിക്ക് എൻ്റെ മനസ്സിന് ബലം നൽകിയതാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ കൂട്ടായ്മയിലുള്ള അവിടെ ഇരിക്കുന്ന ഞാൻ എൻ്റെ സഹോദരങ്ങളെ പോലെ കാണുന്നവർ എനിക്ക് എൻ്റെ മനസ്സിന് ബലം നൽകി. ഞാൻ തുറന്നു പറഞ്ഞു, ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് ഇന്ന ദിവസം കുടിച്ചു എന്ന് പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞ് എന്നെ ആരും ഒന്നും പറഞ്ഞില്ല. നീ എന്തിനു കുടിച്ചെന്നോ ആരും ചോദിച്ചില്ല. നീ മാറ്റം നിർത്തിപ്പെടുമെന്ന് പറഞ്ഞില്ല. നീ 30 ദിവസം ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്നല്ലേ എന്ന് ചോദിച്ചില്ല. ഞാൻ കുടിച്ചു എന്ന് അറിഞ്ഞപ്പോ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് കുറച്ചു പേരെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ സാരമില്ല, പോട്ടെ, ഇതൊരു രോഗമാണെന്ന് പറഞ്ഞു. അന്ന് കിട്ടിയൊരു ഫീലിംഗ് ഉണ്ട്. സത്യസന്ധമായിട്ടും പറഞ്ഞാല് ആ നെഞ്ചിലെ ചൂട് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും പോയി കുടിച്ചു എന്നുള്ളതാണ്. വീണ്ടും ഞാൻ പോയി കുടിച്ചു. വീണ്ടും ഉള്ള കുടികള് പിന്നീടുള്ള കുടികള് വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം സൗദിക്ക് പോയി. ഇതിനു മുമ്പ് പോയി ഇപ്പൊ തൊട്ടേ കള്ള് കിട്ടുന്നവരുടെ നമ്പറൊക്കെ എൻ്റെ ഇതിൻ്റെ അകത്ത് സേവ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് കൊച്ചുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 54-ാമത്തെ ദിവസം ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എയർപോർട്ടിൽ പോകുന്ന ഒരു സീനുണ്ട്. ആ സീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസവിച്ച് 54 ദിവസമായ ഭാര്യ വലിയ വലിയ ബാഗ് ചുമക്കുന്നു. എൻ്റെ കൈയും കാലും വിറച്ചിട്ട് നിൽക്കാൻ പറ്റാതെ വന്നിട്ട് 54 ദിവസമുള്ള കൊച്ചിനെ ഞാൻ കെട്ടിപ്പിടിച്ചേക്കുക, എൻ്റെ വിറം മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ എയർപോർട്ടിന്റെ അകത്ത് കയറി ഞാൻ ചാടി അവളിരിക്കുന്നതിന്റെ ഇപ്പുറത്തെ സൈഡിൽ കയറിയിരുന്നു. എനിക്ക് ഇങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വിറ മാറ്റണം എന്ന്, വിറയ്ക്കുന്ന ആരും കാണാതിരിക്കാൻ വേണ്ടി. പാവം ഭാര്യ, നല്ലവനാ ഞാനെന്ന് ഓർത്ത് അവൾ വിശ്വസിച്ചു, ഇനി കുടിക്കുകയല്ലോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനി കുടിക്കുകയില്ല എന്ന് പറഞ്ഞു ഒരു സൈഡിൽ മാറിയിരുന്നു. ഞാൻ ഒരു സൈഡിൽ മാറിയിരുന്നു. എന്നിട്ട് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ സൗദിയിലെത്തി. 6 മാസത്തെ വിസയ്ക്കാണ് പോയത്. 6 മാസത്തിനിടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുപ്പി മേടിച്ച് വീണ്ടും കുടിക്കുന്ന ഒരവസ്ഥയായി. കുപ്പി മേടിച്ച് കഴിയുമ്പോൾ അത് തീരുന്ന വരെ നന്നായിട്ട് കുടിക്കും. അവിടെ ചാരായാണല്ലോ, 2 ലിറ്ററോളം എങ്ങാണ്ട് കിട്ടും. അപ്പൊ അവിടെ കുടിക്കുന്ന ദിവസം ഈ 54 ദിവസമായിട്ടുള്ള കൊച്ചിനെയും കൊണ്ട് പോയിട്ട് ഞാൻ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നില്ല തനിനിറം വീണ്ടും പുറത്തെടുത്തു. ഒരു ദിവസം 90 പോലും കഴിഞ്ഞിട്ടില്ല അന്ന് കൊച്ചുണ്ടായിട്ട്. വൈഫ് ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ കൊച്ചു കിടന്ന് വാവിട്ട് കിടന്ന് കരയുന്നു. ഭാഗ്യം കൊണ്ട് കട്ടിലേന്ന് താഴെ പോയിട്ടില്ല എന്ന് മാത്രം. തൊട്ടിയിൽ കട്ടിലിന്റെ മേലിൽ തൊട്ടി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തൊട്ടിയിലാണോ കിടന്നത് അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല. കൊച്ചു വാവിട്ട് കരയുന്നു. ഞാൻ വെട്ടിയിട്ട പോലെ അവിടെ കിടപ്പുണ്ട്. ഇവള് വന്ന് ഡോറ് തുറന്ന് നോക്കും. ഇപ്പൊ അവിടെയൊക്കെ എല്ലാവരും സ്വന്തമായിട്ട് കീ കയ്യെ കൊണ്ടിറക്കുമല്ലോ. അപ്പൊ തുറന്നു നോക്കുമ്പോ കിടക്കുന്നു, ഞാൻ വെട്ടിയിട്ട പോലെ കൊച്ചു വാവിട്ട് കരയുന്നു. ഞാൻ എപ്പോ ഓഫായി പോയതാണെന്ന് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും അവളോട് സത്യം ചെയ്തു, ഇനി കുടിക്കുകയില്ല എന്ന് പറഞ്ഞു. വീണ്ടും കുടിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച്, അന്ന് കൊച്ചിന് 8 മാസം ആകുന്നു. 8 മാസമായ കൊച്ചിനെ കൊണ്ട് ഞാൻ മാത്രം സൗദിയിൽ നിന്ന് തിരിച്ചു വരിക. ഞാൻ സൗദിയിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നേരെ
ഞാൻ ഡ്യൂട്ടി ഫ്രീ ചെന്നിട്ട് കൊച്ചിന് കൊടുക്കുന്നേക്കാൾ ഇമ്പോർട്ടൻസിലാണ് ഞാൻ 2 കുപ്പിയും പിടിച്ചുകൊണ്ട് ഇറങ്ങിയത്. അതിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ആ കാര്യം. 2 സൈഡിലും കൊച്ചിന് എന്നെ നെഞ്ചത്ത് കെട്ടിയിട്ടേക്കുന്നു, 2 കയ്യിലും ഓരോ കുപ്പിയായിട്ട് ഇറങ്ങി വന്ന് വീടെത്തി ഞാൻ കൊച്ചിന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങിയത് അമ്മയുടെ ഈ കൊച്ചിന് കൊടുത്തു. ഞാൻ എനിക്ക് ഏതാണ്ട് വലിയ ഭാരമായിട്ടുണ്ടായിരുന്ന സാധനം തിരിച്ചേൽപ്പിച്ചതുപോലെ കൊച്ചിന് കൊടുത്തു. ഏപ്രിൽ മാസം 3-ാം തീയതി 4-ാം തീയതി എങ്ങാണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ആ ഏപ്രിൽ മാസം അന്ന് ആ മേടിച്ച കുപ്പിയെന്ന് തൊട്ട് കുടിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ആകെ ഓർമ്മയുള്ള ദിവസങ്ങൾ ആ വർഷം തന്നെ ഒക്ടോബർ മാസം 14-ാം തീയതിക്കുള്ളിൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 6 മാസം കൂട്ടിയാൽ 6 മാസത്തിനിടയ്ക്ക് എനിക്ക് ഓർമ്മയുള്ള ദിവസങ്ങൾ തീരെ കുറവായിരുന്നു. അത്രയ്ക്ക് ഞാൻ അടിയെ പോയി കുടിയായിട്ട് പോയിട്ട് ഞാൻ അവസാനം ഇത്രയും നാളും ഡി അഡിക്ഷൻ സെന്ററുകൾ, ധ്യാനങ്ങളിലൊക്കെ ഞാൻ തന്നെ പോയിക്കൊണ്ടിരുന്ന അവസ്ഥ കണ്ട് ഈ കൊച്ചു ഭാര്യയും ഉള്ള എന്നെ വീട്ടുകാർ തന്നെ അവസാനം കെട്ടിയില്ല, പക്ഷെ നിനക്ക് ഈ വീട്ടിൽ നിൽക്കണമെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വീണ്ടും ദൈവം അനുഗ്രഹിച്ച് ആ 30 ദിവസം ആദ്യമേ 7 മീറ്റിങ്ങുകളുള്ള ആ ഡി അഡിക്ഷൻ സെന്ററിൽ തന്നെ പോകാനായിട്ട് ദൈവം എനിക്ക് സാഹചര്യം ഒരുക്കി തന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പോ കുറച്ച് പേര് ഒരു സൈഡിൽ കൂടിയിരുന്ന് കുറ്റം പറയുന്നുണ്ട്. ഇതായത് എന്നാ പറയുന്നത്, ഈ വന്നവരുടെ ഇൻവെന്ററി എടുക്കുന്നു, അല്ലെങ്കിൽ പഴയ പോകുന്ന കാക്കയുടെ കുറ്റം പറഞ്ഞിരിക്കുന്നു. കുറച്ച് പേര് അതിൽ എന്തൊക്കെയോ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു പുള്ളി മാത്രം ഈ ബുക്ക് വായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ 2-ാമത്തെ പ്രാവശ്യം ചെന്ന ആളാന്ന് പറഞ്ഞതോടുകൂടി ഈ കുറ്റം പറയാൻ കിട്ടിയവർക്ക് ഒരു ഇര കിട്ടിയതുപോലെ അപ്പൊ അവന്മാര് നന്ന അടിപൊളിയായിട്ട് അങ്ങ് ആഘോഷിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊഴിപ്പിച്ച് നടന്നു. ഈ ബുക്ക് വായിക്കുന്ന ആളെ മാത്രം എനിക്ക് എന്തോ ഒരു ഇത് കിട്ടി. അപ്പൊ ഈ ബിഗ് ബുക്ക് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എന്നാ പിന്നെ എന്തായാലും ഇനി ഇപ്പം വീട്ടിൽ നിന്ന് ഏകദേശം പിടിച്ചു കെട്ടിയ പോലെയാണല്ലോ കൊണ്ടുവന്നത്. അതിനേക്കാളും ഏറ്റവും കൂടുതൽ വലുതായിട്ടുള്ളത് ഭാര്യയോട് എന്റെ വീട്ടുകാർ പറഞ്ഞിരുന്നു, ഇനി ഒരു രൂപ ഇവന്റെ അക്കൗണ്ടിൽ ഇട്ടു കഴിഞ്ഞാല് പിന്നെ മോളെ ഇവിടെ വീട്ടിലേക്ക് പിന്നെ കയറ്റിയല്ല, വരുവാണെങ്കിൽ പുറത്തു വല്ലയിടത്തും വീടെടുത്ത് താമസിച്ചോണം, ജോലി നിർത്തിപ്പോരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവനെ പോറ്റാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. കൊച്ചിനെ ഇനി നീ ഇവന്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടാല് കൊച്ചിന് വരുമ്പോ ഞങ്ങൾ തന്നേക്കാം, ഇവനെ ഞങ്ങൾ കയറ്റിയല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ അതൊക്കെ ഒത്തിരി ഇതായി. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ പൈസയ്ക്ക് ഒരു വരുമാനം ഇല്ല, ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് ഡി അഡിക്ഷൻ സെന്ററിൽ പോയതാണ് ഞാൻ. അല്ലാതെ എനിക്ക് അന്ന് ലാസ്റ്റ് പോകുമ്പോൾ എനിക്ക് കൂടി നിർത്തുന്ന ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഈ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഈ ഒരു പുസ്തകം വായിക്കുന്ന ആളുടെ കൂടെ എന്നാൽ ഒരു പണി ചെയ്തേക്കാം, ഒന്ന് പുസ്തകം വായിച്ചേക്കാം എന്ന് ഓർത്തു. പുസ്തകം വായിക്കാനായിട്ട് തോന്നിക്കഴിഞ്ഞപ്പോ വേറെ ഈ കഥകളോ ഒന്നും കിട്ടുന്നില്ല. എന്നാ പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്ക് എടുത്ത് എങ്ങനെയൊക്കെയോ ഒന്ന് വായിക്കാൻ തുടങ്ങി. വായിച്ചിട്ടൊന്നും പിടുത്തം കിട്ടും. ആദ്യമേ ഒന്ന് ഇങ്ങനെ പൂസിന്റെയും ഇതൊക്കെ ഒന്ന് ഇറങ്ങി വചനേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമൊന്നും വായിച്ചിട്ട് പിടുത്തം കിട്ടിയില്ല. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പം എന്റെ ജീവിതവുമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ഒരു ബുക്ക് വായിക്കുന്ന പോലെ എനിക്ക് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ടായി. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ബുക്ക് എൻ്റെ ജീവിതത്തിൽ വായിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആ ബിഗ് ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. മദ്യപാനം എന്നതൊരു രോഗമാണ്. ഇതിനിപ്പോ ചികിത്സയായിട്ടൊന്നും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇതിൻ്റെ അകത്ത് പറയുന്ന കഥകളൊക്കെ ആയിട്ട് എനിക്കൊരു കുറച്ചൊക്കെ പാശ്ചാത്യ രാജ്യത്ത് സംഭവിച്ചത് ആണെന്നൊക്കെ ഉള്ളൂ. പക്ഷെ എന്നാലും എനിക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഉള്ളതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഇതൊരു രോഗമാണെന്നൊക്കെ ആദ്യമൊക്കെ അങ്ങ് വായിച്ചൊക്കെ വിട്ടു. പിന്നെയും പല ഷെയറിങ്ങുകളും അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ രോഗമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ ഇത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പൈസ ഇല്ല എന്നുള്ള ഒരു ഇതും കൂടി ഉള്ളത് കൊണ്ട് എന്നെ നേരെ ബോംബെക്ക് പോർട്ട് ചെയ്യാനായിട്ട് വീട്ടുകാർ തീരുമാനിച്ചിരുന്നു. അപ്പൊ ഈ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ബോംബെക്ക് പൊക്കോണം എന്നാണ് വീട്ടുകാരുടെ ഓർഡർ. അപ്പൊ ഞാൻ നേരെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങി. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കൗൺസിലർ ആയിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട് ഇടവന്നെന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ആ ആളോട് തുറന്നു പറയാനുള്ള കാരണം ചിലവരൊക്കെ കയറി കഴിഞ്ഞിട്ട് അവർ കരഞ്ഞോണ്ടൊക്കെ ഇറങ്ങി വരുന്നു. ഇവന്മാരെന്നടാ ഈ പറഞ്ഞിട്ട് കരയുന്ന ഈ പുള്ളിയോടെന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തു. ഒരു പുള്ളി നോക്കി കഴിഞ്ഞപ്പോൾ ഒത്തിരി നേരം എടുത്തു. അപ്പൊ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ തോന്നി ഈ പുള്ളിയുടെ കിച്ചണിൽ ഇരുന്ന് വർത്താനം പറയണം, എന്നിട്ട് തന്നെ ഇറങ്ങിപ്പോയിരുന്നുള്ളൂ എന്നുള്ള ചിന്തയിലാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആള് സംസാരിച്ച്
എന്റെ മനസ്സിൽ ഒത്തിരി ഒത്തിരി ഏതാണ്ടൊക്കെ ഒത്തിരി കിടന്നതൊക്കെ ഞാനൊന്ന് ഇറക്കി വെച്ചതുപോലെ എനിക്ക് തോന്നി. ഇച്ചിരി മനസ്സിന് ഫ്രീഡം കിട്ടി. അവിടെ ഒരു നല്ലൊരു തുറന്നുള്ള സംസാരമാണ് നടന്നത്. അപ്പൊ ആ കൗൺസിലർ എന്നോട് പറഞ്ഞു, ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയിലും നടക്കുന്നതും തുറന്നുള്ള പറച്ചിലും സുഖപ്രാപ്തിയുമാണ് നടക്കുന്നത്. ഇതൊരു രോഗമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം നീ ഒരു നേഴ്സല്ലേ, ഇങ്ങനെ നമ്മുടെ ഡോപാമിൻ അങ്ങനെയുള്ള ഏതാണ്ടൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. അത് വേറെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞൊന്നും ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി ഇത് രോഗമാണെന്ന് പലയിടത്ത് വായിക്കുകയും ചെയ്തു. അപ്പൊ ഇത് സംഭവം ശരിയാ, രോഗം തന്നെയാണെന്നുള്ളത് ഞാൻ ഏകദേശം ഒരു ഇച്ചിരിയൊക്കെ ഒരു 100-ൽ ഒരു 10% വിശ്വസിക്കേണ്ടി വന്നു എനിക്ക്. കാരണം ബുക്ക് വായിക്കേണ്ടി വന്നല്ലോ, വായിച്ചത് കൊണ്ടും. ഞാൻ ബോംബെയിലെത്തി. ബോംബെയിൽ ഇവിടുന്ന് തന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബോംബെക്ക് പോയി. ബോംബെക്ക് പോകാൻ നേരത്ത് അവിടെ അത് നടത്തിക്കൊണ്ടിരുന്ന ഡയറക്ടർ ഉണ്ട്. ഡയറക്ടർ എന്നോട് പറഞ്ഞു, നിനക്ക് അവിടെ ചെന്നാലും മീറ്റിങ്ങുകൾ കൂടിയേ പറ്റുള്ളൂ. നിനക്ക് ഞാനൊരു നമ്പർ തരാം. നീ അവിടെ ട്രെയിൻ ഇറങ്ങി കഴിയുമ്പോൾ ആ ആളെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. പക്ഷെ ട്രെയിൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ ഒരു വ്യക്തിയെ ഞാൻ വിളിച്ചു. വ്യക്തിയുടെ പേര് പറയുന്നത് നിങ്ങൾ അറിയുമെന്ന് എനിക്കറിയില്ല. കുറെ പേരൊക്കെ അറിയും. ഇവിടെ ഒരു ഗണേഷ് അയ്യർ എന്ന് പറഞ്ഞിട്ട് ബോംബെയിലെ നമ്മൾ മരിച്ചുപോയ പൂങ്കുന്നം തൃശ്ശൂരുള്ള ഗണേഷ് അയ്യർ സാറല്ല, വേറൊരു ഗണേഷ് അയ്യർ എന്ന് പറഞ്ഞ ആളെ ഞാൻ വിളിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, എവിടെയാ താമസിക്കുന്നതെന്ന് അറിയാവുന്ന. ഞാൻ പറഞ്ഞു, ഇന്ന ഹോസ്പിറ്റലാണ് ഞാൻ ജോലിക്ക് പോകുന്നത്, അത് അത്രയാ എനിക്ക് അറിയാവുന്ന. ഓക്കെ, ഇന്ന സ്ഥലം. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ ആ സ്ഥലം ഒന്ന് കൺഫേം ചെയ്ത് പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഞാൻ കൺഫേം ചെയ്തൊക്കെ പറഞ്ഞു. ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പം എനിക്കൊരു ഇംഗ്ലീഷിലൊരു കോളൊക്കെ വന്നു. ഇംഗ്ലീഷാ പുള്ളി സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ ആദ്യമായിട്ട് എന്നാണല്ലോ ഇവരുടെ മുമ്പിൽ ജാടയെ കാണിച്ചേക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ സെമിനാരിൽ പോയതുകൊണ്ട് ഇച്ചിരി മുറി ഇംഗ്ലീഷൊക്കെ അറിയായിരുന്നു. അതൊക്കെ വെച്ച് ഇംഗ്ലീഷിൽ ഇവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വളരെ നല്ലൊരു ആകർഷിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന സമയമാകുമ്പം മെയിൻ ഗേറ്റിന്റെ ഇടയ്ക്ക് കണ്ടാക്കാമെന്ന് ചോദിച്ചു. മെയിൻ ഗേറ്റിന്റെ അവിടെ ചെന്ന് ഇന്ന സമയത്ത് ചെന്ന് നിന്നു. 2 പേര് വന്നു. ഒന്ന് ഇവിടെ ഫെലിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്നാള് നമ്മുടെ എറണാകുളം ഇന്ത്യൻ ഗ്രൂപ്പിന്റെ അകത്ത് പുള്ളിയുടെ 30-ാം വർഷത്തെ ടോക്കൺ സ്വീകരണം ഉണ്ടായിരുന്നു. ഒരു 1.5 മാസം കണ്ടായിട്ടുള്ളൂ. ഈ ഫെലിക്സ് എന്ന് പറഞ്ഞ ഒരു അങ്കിളും ഒരു സേവിയർ എന്ന് പറഞ്ഞ പുള്ളിയോട് വന്നിട്ട് എന്നെ ഇംഗ്ലീഷൊക്കെയാ ഇവരങ്ങോട്ടും, അവർ രണ്ടുപേരും ആംഗ്ലോ ഇന്ത്യൻസ്. അവർ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പ്രത്യേകിച്ച് ഒന്നും മദ്യത്തെ കുറിച്ച് ഒരു കാര്യവും ചോദിച്ചില്ല, എന്റെ പേഴ്സണൽ ഒരു കാര്യവും ചോദിച്ചില്ല. എന്നോട് എങ്ങനെയുണ്ടായിരുന്നു യാത്ര, അങ്ങനെയൊക്കെയുള്ള വെറും ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ച് ഞാൻ ആദ്യത്തെ മീറ്റിങ്ങിന് എന്നെ ബോംബെയിൽ കൊണ്ടുപോയി. ആദ്യത്തെ മീറ്റിംഗ് ബോംബെ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരും ഇങ്ങനെ വട്ടത്തിലൊക്കെ ഇരുന്ന നല്ല ഇതിലാത്തൊക്കെ സംസാരിച്ചു. ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വാം വെൽക്കം കിട്ടി. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ തള്ളി പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് നിന്ന്, എന്നെ ഒട്ടും അറിയില്ലാത്ത മനുഷ്യരിൽ നിന്ന് എനിക്കൊരു വാം വെൽക്കം കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു, ഇതിപ്പോ സംഭവം നല്ലതാ എന്നുള്ള രീതിയിൽ. ഒരിക്കലും വീണ്ടും കുടിക്കരുതെന്നുള്ള ആഗ്രഹത്തോടു കൂടിയൊന്നുമല്ല. പക്ഷെ ഇവരെല്ലാവരും ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല സ്നേഹത്തോട് ഒരു 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 തരിമ്പ് പോലും കള്ളത്തരമോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടണമെന്നോ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ സ്നേഹത്തോടു കൂടി അവിടെയും എനിക്ക് നല്ല കെട്ടിപ്പിടുത്തം കിട്ടി. നല്ല നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് അവര് എല്ലാവരും വെൽക്കം ചെയ്തു. മീറ്റിംഗ് കഴിഞ്ഞുള്ള ഒരു കെട്ടിപ്പിടുത്തമുണ്ട്. ആ കെട്ടിപ്പിടുത്തം എനിക്ക് ഭയങ്കര വലിയ ഇഷ്ടമാണ്. ആ കെട്ടിപ്പിടുത്തത്തോടു കൂടി അവര് ആയിട്ട് കുറച്ചൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടി. അപ്പൊ എന്നോട് ചോദിച്ചു, നാളെ മീറ്റിംഗ് ഉണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നാളെ എനിക്ക് ജോലി തുടങ്ങിയില്ല, ഇന്ന് വന്നേ ഉള്ളൂ, നാളെ ഇന്റർവ്യൂ ആണ്, ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസവും ഞാൻ മീറ്റിങ്ങിന് പോയി. അപ്പൊ ഒത്തിരി ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചു. എല്ലാവരുടെയും മുഖത്തൊരു പ്രസാദമുണ്ട്. ഒരു മനുഷ്യരെ കാണുമ്പോൾ അവര് നൽകുന്ന ഒരു പരിഗണനയുണ്ട്. ഒരിക്കലും പരിഗണന കിട്ടാത്തൊരു മനുഷ്യനാണ് ഞാനൊക്കെ. ഞാൻ കേരളത്തിൽ കിടക്കുന്ന ആ കൂട്ടത്തിൽ ഒറ്റ മലയാളികൾ പോലും ഇല്ലാതെ ഇരുന്നിട്ടും അവരെന്നെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. അവരുടെ മനസ്സിലെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു നല്ല ഒരു ചിരിയൊക്കെ സമ്മാനിച്ചു, ഒരു ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ തന്ന് അവരെന്നെ ചേർത്ത് വെച്ചു. അപ്പൊ ഞാൻ നോക്കി മീറ്റിംഗ് ഒക്കെ പോയി 2-3 പേരോടൊക്കെ സംസാരിച്ചു. അപ്പൊ അത്രയും നാളും ആ കുടിച്ചുകൊണ്ടിരുന്ന എന്റെ വീട്ടിലല്ല തറവാട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എന്നോട് പറയുന്ന വാക്കുകളുണ്ടായിരുന്നു. നിന്റെ മുഖത്തേക്ക് നോക്കുന്നതും ചെകുത്താന്റെ മുഖത്തേക്ക് നോക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞു കൊടുത്ത്
ആദ്യം ഒരു പരിചയമില്ലാത്തവർ യു ആർ എ ഗുഡ് മാൻ എന്നുള്ള ഒരു വാക്കൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടു ഞാൻ. ഒരിക്കലും അത് വീണ്ടും ഒരിക്കലും കുടിക്കില്ല എന്നൊരു ചിന്തയൊന്നും ആയിട്ടൊന്നുമല്ല ഞാൻ വീണ്ടും വീണ്ടും മീറ്റിങ്ങുകൾ പോയത്. പക്ഷെ മീറ്റിങ്ങിൽ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് എന്തൊക്കെയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ്. നല്ലത് മാത്രം ചിന്തിക്കാനും നല്ലത് മാത്രം ചെയ്യാനൊക്കെ ഒരു എനർജി കിട്ടി. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ദ്രോഹിക്കണം, അവന്റെ കുറ്റം പറയണം എന്നുള്ള ഒരു ചിന്തയെ എനിക്ക് മാറിപ്പോയി. കാരണം പുതിയൊരു സ്ഥലമാണ്, എന്നെ അറിയുന്നവർ അങ്ങനെ ആരും തന്നെയില്ല, എന്നെ മാറ്റി നിർത്തുന്നവരാരുമില്ല, അവഗണിക്കുന്നവരാരുമില്ല. പക്ഷെ ഈ ഒരു കൂട്ടായ്മ ചെന്ന് കഴിഞ്ഞപ്പം ഇവരിൽ നിന്ന് കിട്ടിയ ഒരു സ്നേഹവും കരുതലും അത് എന്നെ വീണ്ടും വീണ്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. ആദ്യമേ നല്ല ഉഷാറൊക്കെ ആയിട്ട് ഞാൻ പോയി തുടങ്ങി. പയ്യെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പഴയ പടിയിലേക്ക് വീണ്ടും വീണ്ടും വല്ലപ്പോഴും ഒന്ന് മീറ്റിങ്ങിന് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. വീണ്ടും വെറും റീചാർജിങ് പോയിന്റ് മാത്രം ആക്കി മാറ്റി ഞാൻ മീറ്റിങ്ങുകളെ. അതായത് ആദ്യ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ സ്വപ്നം കാണും, കള്ളു കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കാണും. അപ്പൊ അന്ന് പിറ്റേ ദിവസം രാവിലെ അന്ന് സ്വപ്നം കണ്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ രാവിലെ ഞാൻ അന്വേഷിക്കുക എവിടെ മീറ്റിംഗ് ഉള്ളതെന്ന്. ബോംബെയിൽ ഇഷ്ടംപോലെ പെട്ടപ്പെട്ടെന്നും പറഞ്ഞ് മീറ്റിംഗ് ഉണ്ട്. എവിടെയെങ്കിലും പോകും, ചാർജ് ചെയ്യും, നേരെ തിരിച്ചു വരും. വീണ്ടും നല്ല ചിന്തകൾ നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും. പിന്നെ മീറ്റിങ്ങിന് പോയില്ല. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒരു പിരികിരിപ്പ് തുടങ്ങും, വീണ്ടും മീറ്റിങ്ങിന് പോകും. പക്ഷെ കുടിച്ചിട്ടില്ലായിരുന്നു ഞാൻ. കുടിച്ചില്ലെങ്കിലും മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ എന്തൊക്കെയോ കിട്ടുന്നുണ്ടെന്നൊക്കെ ഒരു ചിന്താഗതി, ആ ഒരു പിടിച്ചു നിൽക്കാനുള്ള ശക്തി കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു വർഷമായപ്പോഴത്തേനും ഞാൻ 100 ദിവസമൊക്കെ കള്ളു കുടിക്കാതെ ഇവരെന്നോട് പറയാറുണ്ടായിരുന്നു സെലിബ്രേറ്റ് യുവർ സോബ്രൈറ്റി എന്ന് പറയാറുണ്ടായിരുന്നു. 100-ാം ദിവസമൊക്കെ ഞാൻ ഈ കാലൊക്കെ പറിച്ച് ഒരു മൈതാനത്തിൽ കൂടെ ഓടിയൊരു ഓട്ടമുണ്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. ആകെ എനിക്ക് ഓർമ്മ വെച്ച് ഞാൻ കള്ളു കുടിക്കാൻ തുടങ്ങിയതിന് മുമ്പ്, അതിനുശേഷം ആകെ ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്നപ്പോൾ അല്ലാതെ കുടിക്കാതെ ഇരുന്ന് വെറും 12 ദിവസമുള്ളൂ. ആ സ്ഥാനത്ത് നിന്ന് ഞാൻ 100 ദിവസം എത്തിയപ്പോൾ കാല് പറിച്ചോടി ഞാൻ കൈ കൊട്ടി ചിരിച്ചു. അത്രയ്ക്ക് സന്തോഷമായിരുന്നു എനിക്ക്. ഞാനത് ആഘോഷിച്ചു, ഞാൻ സെലിബ്രേറ്റ് ചെയ്തു അത് ശരിക്കും. എന്നും മീറ്റിങ്ങുകളിൽ കുറച്ചൊക്കെ കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നപ്പോഴും അന്നേരം എനിക്ക് ഇച്ചിരി എന്തോ ദൈവഭക്തിയൊക്കെ കൂടി വന്നു. അപ്പൊ ഞാൻ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പ്രാർത്ഥിക്കാൻ നേരത്ത് എന്റെ പ്രാർത്ഥനയിൽ അറിയാതെ നമ്മുടെ സെറനിറ്റി പ്രെയർ വന്നു തുടങ്ങി. ആ പ്രെയർ വന്നു തുടങ്ങി. അപ്പോ എങ്ങനെ ഞാൻ പിന്നെ 200 ദിവസമാക്കി, 300 ദിവസം ഞാൻ സെലിബ്രേറ്റ് ചെയ്തു. 365 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും പിടിച്ചു നിൽക്കാനൊന്നും സമയമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു 366-ാമത്തെ ദിവസം തന്നെ നമുക്ക് കേക്ക് മുറിക്കാമെന്ന് അവരോട് പറഞ്ഞു. അവര് പറഞ്ഞു, രതീഷ ഇങ്ങനെ അതൊരു വ്യാഴാഴ്ചയാണ്, വെള്ളിയും കഴിഞ്ഞ് ശനിയാഴ്ച നമുക്ക് കേക്ക് മുറിച്ചാൽ മതിയോന്ന് ചോദിച്ചു. എന്നാ അത് മതിയെന്ന് പറഞ്ഞു. അവിടെ ഞാനൊരു ഹോം ഗ്രൂപ്പ് തിരഞ്ഞെടുത്തു. അവിടെ ഞാൻ കേക്ക് മേടിച്ചു മുറിച്ചു. എന്നെ ആദ്യമേ കൈ പിടിച്ചു കൊണ്ടുപോയ ബോംബെയിൽ എന്നെ കൈ പിടിച്ചു കൊണ്ടുപോയ ഫെലിക്സ് എന്ന് പറഞ്ഞ അങ്കിളുടെ കയ്യിൽ നിന്ന് ഞാൻ ടോക്കൺ സ്വീകരിച്ചു. ആ ടോക്കൺ ഞാൻ സ്വീകരിച്ചു. ആ ടോക്കൺ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും ഒരു പടികളോ ഒന്നും ചെയ്യാൻ തുടങ്ങിയില്ല, ഒരു സ്പോൺസർ എടുത്തില്ല. ഇതൊക്കെ എനിക്ക് അന്നേരം ഇങ്ങനെ ഒരു മനസ്സിൽ ചിന്തയുണ്ട്. അപ്പോ ഞാൻ എൻ്റെ മനസ്സിലൊരു സ്ഥാനം കൊടുത്തിരുന്ന ആളാണ് ഈ ഫെലിക്സ്. ഫെലിക്സ് പറഞ്ഞു, നിനക്ക് മലയാളത്തിൽ വായിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അത് കുഴപ്പമില്ല, എന്നാൽ നിനക്ക് ഒരാളെ ഞാൻ മുട്ടിച്ചു തരാം, നീ മലയാളത്തിൽ വായിക്കുക, പുള്ളിയായിട്ട് കുറച്ച് മലയാളമൊക്കെ അറിയാന്ന് പറഞ്ഞു. പേര് പ്രയാണെന്നായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ചെയ്ത കാര്യമാണ് അത്. ഇപ്പം ഞാൻ മലയാളത്തില് ബിഗ് ബുക്കും വായിക്കും, 12 ഞാൻ മലയാളത്തിൽ വായിക്കും, പുള്ളി എന്നെ ഇംഗ്ലീഷിൽ ഫോളോ ചെയ്യും. അപ്പോ ഫോളോ ചെയ്തോണ്ട് ഒരു പ്രാവശ്യം പുള്ളി ചോദിച്ചൊരു വാക്കുണ്ട്, ചോദിച്ചൊരു ചോദ്യം, മലയാളത്തിന് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാലേ എന്ന് ചോദിച്ചു. എന്റെ ഈ വായന തട്ടി തടഞ്ഞുള്ള വായന കേട്ടിട്ടാണ് ആള് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഇല്ല, സത്യസന്ധമായിട്ടും ഇല്ല. ആകെ ജീവിതത്തിൽ മുഴുവൻ വായിച്ചിരിക്കുന്ന ഒരു ബുക്ക് ബിഗ് ബുക്കാണ്. പിന്നെ ഇപ്പോഴാണ് ബിഗ് ബുക്ക് വായിക്കുന്നത്. അതിങ്ങനെ ഇന്ന ആളുള്ളത് കൊണ്ട് മാത്രം വായിക്കുന്ന ഒന്നും സാരമില്ല, പോട്ടെ എന്ന് പറഞ്ഞു. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 1 വർഷം 1.5 വർഷമൊക്കെ ആയപ്പോഴത്തേനും നേരെ ബോംബെയിൽ നിന്ന് വിട്ടു. 1.5 വർഷമൊക്കെ ആയപ്പോഴത്തേനും വൈഫിന് OET കിട്ടി. അപ്പത്തേനും OET കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് ചാടിയാൽ മതി എന്നായി. അന്നത്തേനും എനിക്ക് 2ാമത്തെ കുഞ്ഞുണ്ടായി. അപ്പൊ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ആ 2 വർഷം മുമ്പ് ഞാൻ ഏപ്രിലിൽ വന്നതുപോലെ തന്നെയാണ് 2 വർഷം കഴിഞ്ഞ് ആൽക്കഹോളിക്സ് അനോണിമസ് എത്തി 1.5 വർഷം കഴിഞ്ഞപ്പം ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും സ്വന്തം മാതൃഭാഷയിൽ ഷെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ കുറെ മീറ്റിങ്ങുകൾക്ക് പോയി. ഈ മീറ്റിങ്ങുകളിൽ ചെല്ലുമ്പോഴും എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്.
ഈ പഴമക്കാരുടെ മുഖത്ത് കാണുന്ന ഒരു പ്രസാദം, സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെയാണ് ചിലവരുടെ മുഖത്ത് നോക്കിയാൽ നമ്മൾ സംസാരിക്കുന്നത്. അത്രയ്ക്ക് പ്രസന്നതയാണ്. ആ പ്രസന്നത എവിടുന്ന് കിട്ടുന്നു എന്നുള്ളത് ഞാനിങ്ങനെ നേരത്തെ അന്വേഷിക്കുമായിരുന്നു. പക്ഷെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം സ്വന്തം മാതൃഭാഷയിൽ തുറന്നു ചോദിച്ചു പലരോടും. ചോദിച്ചു, ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന എങ്ങനെ ഇങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു ജീവിത രീതിയാണ്, കുടി നിർത്തുന്ന പരിപാടിയല്ല, ജീവിത രീതിയാണ്. ആ ജീവിത രീതിയിൽ പടിയിൽ കൂടിയും പാരമ്പര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ നിനക്ക് ഇതിനെ പാതി വഴി എത്തുന്നതിന് മുമ്പ് അത്ഭുത പരതന്ത്രമാവുന്ന നമ്മളോട് വാഗ്ദാനങ്ങളിൽ പറയുന്നു. അതേപോലെ തന്നെ പറഞ്ഞു, നീ ചെയ്തൊന്ന് ശ്രമിച്ചു നോക്കുക, നീ ഒരു സ്പോൺസറെ കണ്ടെത്തിയെന്ന്. ഞാൻ പറഞ്ഞു, ബോംബെയിൽ വെച്ച് ഞാനിങ്ങനെ മലയാളത്തിൽ വായിക്കും, പുള്ളി ഇംഗ്ലീഷിൽ ഫോളോ ചെയ്യും. അത് സ്പോൺസർ അല്ലല്ലോ, നിനക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നിനക്ക് ഏറ്റവും നല്ല ലാംഗ്വേജ് നിനക്ക് നന്നായിട്ട് തോന്നുന്ന ഒരു മലയാളിയെ ഒത്തു മുന്നോട്ട് പോകാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ, നീ മാതൃഭാഷയ്ക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നിനക്ക് മലയാളത്തിന്റെ പഴമക്കാരായിട്ടുള്ള ഒരാളെ സ്പോൺസറായി കണ്ടെത്തിക്കൂടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ചിരികളിൽ ഒരു ഇഷ്ടപ്പെട്ട ചിരിയുള്ള ഒരാളോട് എനിക്ക് എന്നാൽ അതിൽ പറ്റിയ 2-3 നമ്പർ തരാമെന്ന് ചോദിച്ചു. എനിക്ക് 2-3 നമ്പേഴ്സ് തന്നു. നീ ഒന്ന് വിളിച്ചു നോക്ക്, എന്നിട്ട് വെച്ച് സംസാരിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇവിടെ ബോംബെയിൽ ചെയ്ത് 1-2 പേരെയൊക്കെ വിളിച്ചു. പിന്നെ ഞാൻ പയ്യെ നൈസായിട്ട് ഒഴിവാക്കി. പിന്നെ ഇപ്പം നിലവിലുള്ള ഒരു സ്പോൺസർ ഉണ്ട്. ആ സ്പോൺസറുമായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി. ഇച്ചിരി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പയ്യെ പരിപാടി വിട്ടു. നമ്മള് മടി എന്ന് പറഞ്ഞാൽ ഭൂലോകം മടിയനാണ്. അത് കഴിഞ്ഞ് നേരെ എത്തപ്പെടുന്ന സ്ഥലമാണ് ഇപ്പം ഞാൻ താമസിക്കുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കൊറോണ വന്നു കഴിഞ്ഞപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമേ ആശ്രയമുള്ളൂ എന്നൊരു അവസ്ഥയിലെത്തി ഞാൻ. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മീറ്റിങ്ങുകളുടെ എണ്ണം ഇഷ്ടംപോലെ കൂട്ടാൻ പറ്റി. കാരണം അന്ന് വൈഫ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ തന്നെയാണ് വീട്ടിലുള്ളത്. അപ്പൊ രണ്ട് മക്കൾ നോക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല സുഖമാണ്, ഒത്തിരി സമയം കിട്ടുന്നുണ്ട്. മീറ്റിങ്ങുകളുടെ എണ്ണം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, പടികളിൽ കൂടി സഞ്ചരിക്കുക, സ്പോൺസറുമായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുക. ഇപ്പൊ അവസാനം പറയാറുള്ളൂ വാക്കില്ലേ, ഇഫ് യു വർക്ക് ഇറ്റ് എന്ന് മാത്രമേ പറയാറുള്ളൂ. ഇറ്റ് വർക്ക്സ് ഇഫ് യു വർക്ക് ഇറ്റ് എന്ന് പറയുന്നില്ലേ, അത് നീ ഒന്ന് ചിന്തിച്ചു നോക്കുക എന്നൊക്കെ. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ സ്പോൺസറിലേക്ക് വീണ്ടും തിരിച്ചെത്തി ഞാൻ ഫോൺ വിളിയൊക്കെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പയ്യെ ഒരു അതിൻ്റെതായ ഒരു സുഖത്തിലൊക്കെ എത്തി. അത്രയും എല്ലാവരും ഉള്ള സുഖമല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നാലും ആ ഒരു വിഷമങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ആദ്യ പടി തന്നെ ഏകദേശം ഒരു ഇച്ചിരിയൊക്കെ എത്തി. 2-ാം പടി 3-ാം പടിയൊക്കെ ആയപ്പോഴത്തേക്ക് 3-ാം പടി വിട്ടുകൊടുക്കാറൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. എവിടുന്ന് വിട്ടുകൊടുക്കും, നമ്മൾ തന്നെ ചെയ്യുമായിരുന്നു. ദൈവത്തിന് വിട്ടുകൊടുക്കും ഞാൻ മനസ്സുകൊണ്ട് പറയുമായിരുന്നു. അപ്പോ പഴമക്കാർ പറയാറില്ല, ഫേക്ക് ഇറ്റ് മേക്ക് ഇറ്റ് എന്നുള്ള വാക്ക് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കുറച്ചുകൂടി എടുത്തു കൊടുക്കും. അതായത് ദൈവത്തിന് വിട്ടുകൊടുക്കുവാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറേ പ്രാവശ്യം പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തു. വിട്ടുകൊടുത്തേ പറ്റുള്ളൂ, ഇത് ദൈവം എടുത്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഞാൻ ഈ വിട്ടുകൊടുക്കാതെ എന്നിൽ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ആദ്യമേ പറഞ്ഞു തുടങ്ങിയ എൻ്റെ വല്യപ്പനും അപ്പൻ്റെ അനിയന്മാർ തൊട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ചേട്ടൻ്റെ കുടി, ഇതൊക്കെ ആയിരുന്നു എന്നെ ഒത്തിരി അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ എനിക്കിപ്പം വിട്ടുകൊടുക്കാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ് പതിയെ 4-ാം പടിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പം എഴുതാൻ തുടങ്ങിയപ്പോൾ ശരിക്കും എനിക്ക് പേടിച്ച് ഞാൻ ഇച്ചിരിയൊക്കെ എഴുതി, പിന്നെ മറച്ചു വെക്കും, മുറിച്ച് ഭാഗത്ത് വെക്കും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പൂട്ടി വെക്കും ബുക്ക്. എഴുതാനൊക്കെ കുറേ പ്രാവശ്യങ്ങൾ ഇങ്ങനെ മുന്നോട്ടും പോയി. എൻ്റെ മടി, എൻ്റെ അലസത എന്നെ ഒട്ടും സമ്മതിച്ചിരുന്നില്ല. അപ്പൊ ഞാന് ലാസ്റ്റ് ആയപ്പോ പുള്ളിയോട് തന്നെ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തോട് തന്നെ പറഞ്ഞു, ഇതും കൂടെ എഴുതി തീർക്കാൻ അത് പുള്ളിക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ വിട്ടു തരുക, ഇതോടെ ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ പണിയാണ്, എന്നിട്ട് അതെന്നെ ഒന്ന് പറയാനും കൂടെ സഹായിക്കണം എന്നൊക്കെ തന്നെ പുള്ളിയോട് തന്നെ പറഞ്ഞു. പുള്ളി തന്നെ ഹെൽപ്പ് ചെയ്തു. എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പേടിയൊക്കെ ആയിരുന്നു. ഇത് മുഴുവനും അങ്ങനെയാണ്, സ്പോൺസറാന്ന് പറഞ്ഞാലും എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതൊക്കെ ഒരു പേടിയായിരുന്നു.
അപ്പൊ ഞാനീ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഫോണിൽ വിളിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് പരിധി കൂട്ടിട്ടൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല. നമ്മളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒത്തിരി ഒരു പരിധി കൂടുതലൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോ ഞാൻ വലിയ പാർക്കിലൊക്കെ പോയിരുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ആള് ഞാൻ ഇച്ചിരി മുമ്പ് ഇവരോട് പറഞ്ഞതാണത്. ഇവിടെയുള്ള 1-2 സഹോദരന്മാരോട് വായിച്ചു കഴിഞ്ഞത് എന്റെ സ്പോൺസർ പറഞ്ഞു, രതീഷേ അത് സൂക്ഷിച്ചൊന്നും വെക്കണ്ട, നീ അതങ്ങ് കീറി കളഞ്ഞേക്കുന്ന ആദ്യം തന്നെ. എന്നിട്ട് അന്നേരം തന്നെ സ്പോൺസർ കീറി കളഞ്ഞാൽ പോരാ, നീ അതങ്ങ് കത്തിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് പക്ഷെ അത് ചെയ്ത് കഴിയുമ്പം അതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിന്റെ ഒരു സന്തോഷമുണ്ട്. അതായത് ഞാൻ ഇന്ന് എവിടെ കുപ്പത്തെട്ടിയിൽ കിടന്ന ഞാൻ ഇന്ന് രതീഷ് എന്ന് എനിക്ക് ഇപ്പോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ ബഹളവും ഇച്ചിരി ഒരു ദേഷ്യപ്പെട്ടലും ഒക്കെ ഉണ്ടെങ്കിലും പ്രയത്നിച്ചാല് അല്ലെങ്കിൽ ട്രൈ ചെയ്താല് നന്നായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാല് ഒരു ബാഹ്യശക്തിയും എന്നുവെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതിയിൽ കൂടി നടന്നു പോകാനായിട്ട് ശ്രമിച്ചാല് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതാണ് ആദ്യത്തെ ഇത് പറയുന്നത്, മദ്യാസക്തി നിർത്തണമെന്ന ആഗ്രഹം മാത്രമാണ് AL ചേരുവാനുള്ള ഒരേ ഒരു യോഗ്യത. ആ ഒരു യോഗ്യത മാത്രമേ എനിക്കുള്ളൂ എന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നവനാണ്. ഇത് മദ്യപാനം നിർത്തണമെന്ന ആഗ്രഹം ഒത്തിരി നാളുകളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെ വർക്ക് ചെയ്തു. ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ ഇന്നും മുന്നോട്ട് പോകുന്നതിൻ്റെയൊക്കെ ഇത് ആദ്യമൊക്കെ എൻ്റെ മനസ്സിൽ ഒത്തിരി മീറ്റിങ്ങുകളൊക്കെ കൂടിക്കൊണ്ടിരുന്നത് ഇപ്പം എൻ്റെ ഒത്തിരി എനിക്ക് പിന്നെ ആയപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ലൗകിക ഭൗതിക സുഖങ്ങളോടൊക്കെയുള്ള ഒരു വലിയ ഒരു ആക്രാന്തമൊന്നുമില്ല എന്തായി പറയും. എൻ്റെ പിന്നെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ വൈഫ് എങ്ങനെയെങ്കിലും അല്ലനോണിൽ കയറണം, എൻ്റെ മക്കളെ അല്ലറ്റീൻസ് ആക്കി വളർത്തണം എന്നുള്ളതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ദൈവം അനുഗ്രഹിച്ച് അതും ഇപ്പം ഏകദേശം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 5-ാം പടിയൊക്കെ ചെയ്ത് 4-ാം പടി തുടങ്ങിയപ്പോൾ തന്നെ വല്ലപ്പോഴൊക്കെ വൈഫൊന്ന് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ തുടങ്ങി. ഇപ്പോ കുറച്ചുകൂടി കുറച്ചുകൂടിയൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെ മുന്നോട്ടൊക്കെ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തത് അല്ലെങ്കിൽ എന്നെ ഞാനാക്കി തീർത്തത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വലിയ ആളായി പോയി എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ ദിവസം ഞാൻ ജീവനോടെ ഇരിക്കുന്നത് എനിക്ക് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ആരെങ്കിലും എന്നെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വിഭാവനം ചെയ്യുന്നത് പഠിപ്പിക്കുന്ന രീതിയിലായിരുന്നെങ്കിൽ രതീഷ് കൂടിപ്പോയി കഴിഞ്ഞ 1 മാസം അതിന് പിന്നെ വിട്ടുപോയാൽ. പക്ഷെ എനിക്ക് അന്ന് ചേർത്ത് കെട്ടിപ്പിടുത്തമുണ്ട്. ആ കെട്ടിപ്പിടുത്തത്തിന്റെ ചൂട് ഇന്നും എൻ്റെ ഹൃദയത്തിൽ ഇന്നുമുണ്ട്. എനിക്കിപ്പോഴും അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്നോട് ആദ്യമായിട്ട് മദ്യാസക്തന്മാരെ പോലെ നല്ല മനുഷ്യനില്ല, നീ ഒരു നല്ല മനുഷ്യനാടാ എന്ന് പറഞ്ഞത് ആൽക്കഹോളിക്സ് അനോണിമസിലെത്തിയപ്പോൾ അതിന്റെ പുതുമക്കാരുമായിട്ടുള്ള മനുഷ്യരാണ് എന്നോട് പറഞ്ഞത്, നീ ഒരു നല്ല മനുഷ്യനാണല്ലോ. ചെകുത്താൻ എന്നുള്ള വിളിപ്പേരിൽ നിന്നും നീ ഒരു നല്ല മനുഷ്യൻ, കുടിയനാണെങ്കിൽ അവൻ നല്ല മനുഷ്യനായിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തന്ന ആൽക്കഹോളിക്സ് അനോണിമസ് ആണ്. ശരിക്കും ഇതൊരു രോഗമാണെന്ന് ആദ്യ സമയത്തൊന്നും പറഞ്ഞപ്പോൾ ഒന്നും ഞാൻ വിശ്വസിച്ചൊന്നുമില്ല. ഞാൻ എന്ന ഫ്രോഡ്, ഞാൻ എന്ന പക്ക ഉടായിപ്പ്, അതൊന്നും വെള്ളം തുടങ്ങാതൊന്നും വിശ്വസിച്ചൊന്നുമില്ല. പക്ഷെ 1 വർഷം എത്തുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ബോംബെയിൽ വെച്ച് ഒരു ചുമ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു കപ്പ് സിറപ്പ് മേടിച്ചു കുടിച്ചു. കപ്പ് സിറപ്പ് ഞാൻ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. ഒരു ഡോക്ടർ എനിക്ക് കപ്പ് സിറപ്പ് എഴുതി തന്നു. അതിൻ്റെ അകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ കപ്പ് സിറപ്പ് 5 ml വെച്ച് 3 നേരം കുടിക്കേണ്ട സാധനം ഒരു ദിവസം രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം ആകുന്നതിന് മുമ്പ് ആ കപ്പ് സിറപ്പ് തീർക്കാനായിട്ട് എനിക്ക് വീണ്ടും കപ്പ് സിറപ്പ് കുടിക്കണം എന്നൊരാൾക്ക് ഒരു അഭിനിവേശം ഉണ്ടായി. ഞാൻ ആ കുടിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ആ സാധനത്തിൽ ഒന്ന് തിരിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉണ്ടായി. അപ്പോൾ എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് അന്നേരം തന്നെ ഒരു പഴമക്കാരനെ എനിക്ക് വിളിക്കാൻ തോന്നി. ആ വിളിക്കാൻ തോന്നിയപ്പോൾ ആളെന്നോട് പറഞ്ഞു, അതങ്ങ് കമത്തിക്കളയുന്നതിന് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കമത്തിക്കളഞ്ഞ കാരണം ഓൾറെഡി കൈ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നുണ്ട്. അത് കമത്തിക്കളഞ്ഞ് പിന്നീട് ഞാൻ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള കപ്പ് സിറപ്പ് മേടിച്ചു കുടിച്ചാണ് എൻ്റെ ചുമ മാറ്റിയത്. ശരിക്കും എൻ്റെ കൈവിറയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയില്ല. അത്രയ്ക്ക് കൈവിറച്ച് നടന്നൊരു വ്യക്തിയാണ്. കൈവിറച്ച് നടന്നതെന്ന് പറഞ്ഞാൽ
എന്നാ പറയുന്നേ, ഈ ഒരു സിനിമയിൽ പാവാട എന്ന് പറഞ്ഞ സിനിമയിലകത്ത് ഈ ഒരു കൈ കെട്ടി മറ്റേ കൈ കൊണ്ട് എടുത്തു കുടിക്കുന്ന ഒരു അവസ്ഥ, അതൊക്കെ നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചിരിച്ചു കാണിരിക്കും. പക്ഷെ എനിക്ക് അതും പോരാഞ്ഞിട്ട് ഞാൻ എൻ്റെ ശരീരം ഒരു ജാതി മരത്തെ ചാരി വെച്ചിട്ട് കൈ ഇങ്ങനെ കൈയും കൂടെ അത്ര ചാരി വെച്ചിട്ട് ഞാൻ മദ്യം കുടിച്ച അവസ്ഥയുണ്ട്. ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കുടിക്കുക എന്നുള്ള രീതിയിൽ കുടിച്ചിട്ടുണ്ട്. അത് എനിക്ക് അന്നൊക്കെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നു, ഇത് കുടിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പേടിച്ചിട്ട് മദ്യം കുടിച്ചിട്ടുണ്ട്. കുടിച്ചു കഴിഞ്ഞ് 2 എണ്ണം അങ്ങ് ചെന്ന് കഴിഞ്ഞ് വീട്ടിൽ പോയി ചോറുണ്ണണം, പല്ല് തേക്കണം, കുളിക്കണം, ഇതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ 2 എണ്ണം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആള് അവറുകളാവുന്നു, ചെകുത്താനായി മാറുന്നു. എൻ്റെ അമ്മ മദ്യത്തെക്കുറിച്ച് അന്ന് തൊട്ടും ഇന്ന് വരെയും പറയുന്ന ഒരേ ഒരു വാക്കാണ് ചെകുത്താന്റെ മൂത്രം. അത് 2 എണ്ണം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ മീറ്റിങ്ങുകളിൽ കൂടി നടന്നപ്പോൾ തന്നെ ആ കപ്പ് സിറപ്പ് കുടിക്കാൻ തോന്നിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഫിസിക്കൽ അലർജിയാണ്. എൻ്റെ ബ്രെയിൻ ഇനി ഇത് ഒരിക്കലും പറ്റില്ല എന്നുള്ള ഒരു വേർതിരിച്ചറിയാനുള്ള വിവേകം എനിക്ക് എങ്ങനെയോ ദൈവം അന്ന് സാധിച്ചു തന്നു. പക്ഷെ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇനി ഒരിക്കലും ഞാൻ കുടിക്കില്ല എന്നോ, അല്ലെങ്കിൽ ഞാൻ കുടി നിർത്തിയെന്നോ ഞാൻ പറയാൻ ആള് അല്ല. കാരണം ഞാൻ യോഗ്യനല്ല ഒന്നാമത്. കാരണം എൻ്റെ രോഗാവസ്ഥ അത്രയ്ക്കും പരിതാപകരമായ ഒരു രോഗാവസ്ഥയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഇതിലേക്ക് എന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സൂത്രശാലിയും ചിന്താക്കുഴപ്പവും ഉണ്ടാക്കുന്നതിനും ശക്തമായ മദ്യം എന്നെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി പല പല വഴികളിൽ കൂടി എത്തും. ചിലപ്പോ 12-ാം പടി തന്നെ ചെയ്യാൻ പോകുന്നപ്പോ പോലും പഴമക്കാർ പറയാറുണ്ട് ഒരിക്കലും തന്നെ പോകരുത്. അത് അവിടെയും ഒരു സൂത്രശാലിയും അവിടെ അവന്റെ മുന്നിലിരിക്കുന്ന അവന്റെ ഉള്ളിൽ കിടക്കുന്ന സൂത്രശാലിയും ചിന്താക്കുഴപ്പവും ഉണ്ടാക്കുന്നവനും ശക്തനുമായ മദ്യമാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ പോലും പേടിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത് തനിയെ പോകരുതെന്ന് പോലും. ശരിക്കും ഇത് എല്ലാം പറയുന്നത് ചില പോയിന്റുകൾ മാത്രം, നല്ലത് മാത്രം എടുത്താൽ മതി, നല്ലത് മാത്രം നീ എടുത്തിട്ട് ബാക്കി കളഞ്ഞേക്കാനാണ് പഴമക്കാർ പറയുന്നത്. ഒരിക്കലും പറയുന്നില്ല നീ വന്നതിന് 10 മാസത്തിനുള്ളിൽ അല്ലെ 10 ദിവസത്തിനുള്ളിൽ അല്ലെ 10 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഒരു കാര്യവും ചെയ്യണമെന്ന് ഒരിക്കലും നിഷ്കർഷമായിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് നിർദ്ദേശിക്കുന്ന മാത്രമുള്ളൂ. അഹങ്കാരത്തിന്റെ കൊടിമുടിയിൽ കയറി നിന്ന എന്നെ പോലെയൊക്കെ ഒരു മദ്യാസക്തന് നന്നാവാൻ പറ്റുമെങ്കിൽ, നന്നാവാനല്ല കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ എന്നാ പറയുന്നത്, അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് പോകുന്നത് ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയ്ക്ക് തന്നെയാണ്. ഞാൻ പലപ്പോഴും കൂട്ടുകാരോട് പലരോടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് എനിക്ക് നിർത്താൻ പറ്റുമെങ്കിൽ. കാരണം ബെഡേൽ കിടന്നിട്ട് ഞാൻ അപ്പുറവും ഇപ്പുറവും അളന്നു നോക്കുമായിരുന്നു. അളന്നു നോക്കിയിട്ട് കറക്റ്റ് നടുക്കാണോ കിടക്കുന്നത്, പേടിച്ചിട്ടാ, വേറെ ഒന്നിനുമല്ല, പേടിച്ചിട്ട് അളന്നു നോക്കുന്ന അടുക്കാണോ കിടക്കുന്നത്, താഴെ പോവോ, പേടിച്ചു വിറച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. ഇന്നിപ്പം മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്, അല്ലെങ്കിൽ ഇപ്പോ ഞാൻ ഈ ഒരു സ്പോർട്സിലൊക്കെ ആയിട്ട് വല്ലപ്പോഴാണെങ്കിലും സംസാരിക്കാനും ഒരു ജീവിത രീതിയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ എന്നെ സഹായിച്ചത് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. എൻ്റെ ഈ മിഡ്നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പ് എന്ന ഈ ഗ്രൂപ്പിന് ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നത്, നന്ദിയുള്ളവനാണ്. കാരണം എന്താ പറയുന്നത്, എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ശരിക്കും. ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോ ഞാൻ ഇതിന് നന്ദി പറയാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അതിനൊരു വിലയുണ്ടാകത്തില്ല. കാരണം എന്നെ ഇത്രയും നേരം മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് എന്നെ സഹായിച്ച ദൈവത്തിന് ആദ്യമേ തന്നെ ഒത്തിരി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എന്നെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വളരെ 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 നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത് ഇന്നിപ്പോ ഞാൻ ജീവനോടെ ഇരിക്കുന്നത് മുതൽ ഇന്ന് ഞാൻ ആയിരിക്കുന്ന എല്ലാ അവസ്ഥയ്ക്കും കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവവും ഞാൻ വിശ്വസിക്കുന്ന ഈ കൂട്ടായ്മയും ഇതിൻ്റെ അകത്തെ ഓരോ അംഗങ്ങളുമാണ്. പഴമക്കാരെന്നോ പുതുമക്കാരെന്നോ ഇല്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഈ പുതുമക്കാര് ആദ്യ ദിവസങ്ങളിൽ വരുന്നവർക്ക് കൊടുക്കുന്ന VIP, വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, അവർക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ് ഉണ്ട്. ആ ആദ്യ ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയ ട്രീറ്റാണ് ഇന്ന ദിവസവും എന്നെ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നത്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായെങ്കിൽ സാധാരണ ക്ഷമിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു രതീഷ് ചേട്ടാ. ഇത്രയും നേരം